ശിവാനി. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. സിംഗനല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തു കടന്ന ഉടൻ സജീവ് ഫോൺ എടുത്ത് നോക്കി. രാത്രി 10:30. മഹേഷ് ഏട്ടൻ 5 മിസ്ഡ് കോൾ കിടപ്പുണ്ട്. തിരിച്ചു വിളിച്ചു. സജു, നീ എവിടെത്തി? സിംഗനല്ലൂർ. നീ എന്തിനാണ് അങ്ങോട്ട് പോയി? മധുരയ്ക്ക് ഡയറക്റ്റ് ട്രെയിൻ ബസ് ഉണ്ടാവുമായിരുന്നല്ലോ. കുറച്ച് പരിഭ്രമവും ദേഷ്യവും കലർന്ന സ്വരം. സജീവിന് മറുപടി ഉണ്ടായില്ല. എന്തു പറയും? വീട്ടിൽ നിന്ന് ആദ്യം കയ്യിൽ കിട്ടിയ കുറച്ച് വസ്ത്രങ്ങൾ വാരി ബാഗിലിട്ട് ഇറങ്ങിയപ്പോൾ തീരുമാനങ്ങളൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. മദ്യം തലക്ക് പിടിച്ചതിനാൽ ട്രെയിൻ മാറിക്കേറി. അതിലൊരു യാത്രക്കാരനാ പറഞ്ഞ് ഈ ട്രെയിൻ മധുര പോയില്ലെന്നും ഇവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ ട്രെയിൻ ഉണ്ടാവുമെന്നും. അങ്ങനെ ചാടി ഇറങ്ങിയതാണ്. ഇതൊക്കെ പറഞ്ഞ് മഹേഷ് ഏട്ടൻ എന്തിനു വിഷമിപ്പിക്കണം? നീ ഇനി എങ്ങനെ ഇവിടെ എത്തും? രാത്രിയായല്ലോ. ഇവിടുന്ന് ട്രെയിനൊന്നുമില്ല. രാവിലെ മധുരക്ക് ബസ്സുണ്ട്. ഇന്നിവിടെ കൂടാം. എടാ, ഏതോ നാട്ടിൽ നീ എങ്ങനെ? സാറില്ല ഏട്ടാ, മനുഷ്യർ തന്നെയല്ലേ, ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. സജീവ് ഫോൺ വെച്ച് ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. ആണേ, ഇങ്ങ് ബസ് സ്റ്റാൻഡ് പக்கம் ഏതാவது റൂം കിടക്കുമാ? അവൻ ഓട്ടോക്കാരനോട് ചോദിച്ചു. അയാളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തുകൊണ്ട് ഓട്ടോ മുന്നോട്ടെടുത്തു. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് വിനായക ലോഡ്ജ് എന്ന ബോർഡ് വെച്ച പഴയ കെട്ടിടത്തിന് മുമ്പിൽ ഓട്ടോ നിന്നു. ഓട്ടോക്കാർ റിസപ്ഷനിൽ പോയി എന്തോ സംസാരിച്ച് തിരിച്ചു വന്നു. റൂമിലേക്ക് സാർ, പക്കത്തിലുള്ള ബസ് സ്റ്റാൻഡ് വാങ്ക്. പാൻ മസാലക്കറ പുരണ്ട പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കാശും കൊടുത്ത് സജീവ് റിസപ്ഷനിലേക്ക് നടന്നു. അവിടെ ഉയരം കുറഞ്ഞ ഒരാൾ ഇരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ പ്രായമുള്ളൊരു സ്ത്രീയും. തമ്പി, ID കാർഡ് ഏതാവത് ഇരിക്കാ? അയാൾ ചോദിച്ചു. അവൻ പേഴ്സ് തുറന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നീട്ടി. അതിൻ്റെ ഒരു കോപ്പി എടുത്ത ശേഷം രജിസ്റ്ററിൽ പേരെഴുതി തിരിച്ച് അവന് നീട്ടി. കേരളാവാ? ആമാ. എങ്ക പോറേൻ? മധുരൈ. 500 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സജീവ ആ സ്ത്രീയുടെ പിന്നാലെ നടന്നു. റൂം കാണിച്ചു കൊടുത്ത ശേഷം അവർ തിരിച്ചുപോയി. അവൻ ബെഡിലേക്ക് ചാഞ്ഞു. തല പൊട്ടുന്ന പോലെ വേദന. വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ താഴെ ഇറങ്ങിപ്പോണം. അവൻ വേണ്ടെന്ന് വെച്ചു. ഒന്നുറങ്ങണം, പക്ഷേ കഴിയുന്നില്ല. മനസ്സ് അസ്വസ്ഥമാണ്. എഴുന്നേറ്റ് ജനൽ തുറന്നപ്പോൾ ചൂട് കാറ്റ് ഇരച്ചു കയറി. ബാഗ് തുറന്ന് പാതി ഒഴിഞ്ഞ മദ്യക്കുപ്പിയെടുത്ത് വാഷ് ബേസിൽ നിന്ന് അതിലേക്ക് വെള്ളം പറന്നു. എന്നിട്ടത് ചുണ്ടോട് ചേർത്തു. അന്നനാളത്തിലൂടെ തീ ഒഴുകും പോലെ മദ്യം അകത്തേക്ക് ഇറങ്ങി. ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റിയെങ്കിൽ സജീവ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. പക്ഷേ നിദ്രയ്ക്ക് പകരം അവൻ്റെ മനസ്സിലേക്ക് എത്തിയത് ആ മുഖമായിരുന്നു. ഓർമ്മകളുടെ കുന്തമുന ആഴ്ന്നിറങ്ങുന്നു. ശിവാനി. ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ബസ് JS ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് വിടാൻ തുടങ്ങുമ്പോഴാണ് ഓടി വരുന്ന അവളെ സജീവ് കണ്ടത്. കൈയെത്തിച്ച് ബെല്ലിൻ്റെ ചരടവും വലിച്ചു. ബസ്സിൽ കയറി അവനെ നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ച ശേഷം അവൾ സീറ്റിലിരുന്നു. ഷാൾ കൊണ്ട് മുഖവും കഴുത്തും ഒപ്പിയ ശേഷം കാശെടുത്ത് അവന് നേരെ നീട്ടി. ടിക്കറ്റും ബാക്കിയും കൊടുക്കുമ്പോൾ സജീവ് പതിയെ ചോദിച്ചു. എന്ത്, ഇന്ന് ഇറങ്ങാൻ ലേറ്റായോ? കുറച്ച്, അവൾ പറഞ്ഞു. അവൻ പിന്നീട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി. എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് മുന്നിലെത്തിയപ്പോഴേക്കും അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താറായി. ഡോറിനരികെയുള്ള സീറ്റിൽ ചാരിന്ന് കയ്യിലെ പൈസ എണ്ണുകയായിരുന്നു അവൻ. പെട്ടെന്ന് ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. ഇറങ്ങാനായി തയ്യാറെടുത്ത അവൾക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല. അവൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു. പെട്ടെന്നായത് കാരണം അവൻ കക്ഷത്തിൽ വെച്ചിരുന്ന ബാഗ് തെറിച്ച് താഴേക്ക് വീണു. നാണയത്തൊട്ടുകൾ ബസ്സിൽ ചിതറി. അവളെയും കൊണ്ട് നിലത്തി വീഴാനായവ സീറ്റിൽ നിന്നൊരാൾ അവനെ ചുറ്റിപ്പിടിച്ചു. ഒരു നിമിഷം അവർ അങ്ങനെ തന്നെ നിന്നു. അവൾ പിടഞ്ഞു മാറി. യാത്രക്കാരവരെ ശ്രദ്ധിക്കുന്നതിൻ്റെ ചമ്മൽ മാറ്റാൻ അവൻ ഡ്രൈവറോട് കയർത്തു. നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അതാ പോകുന്ന തെണ്ടിയോട് പോയി നീ ചോദിക്ക്. ഡ്രൈവർ ഹരീഷ് മുന്നോട്ട് കഴിച്ചുകൊണ്ടി. ഒരു പയ്യൻ ബൈക്കിൽ അതിവേഗം പോകുന്നുണ്ട്. ഇപ്പൊ റോഡിൽ സ്റ്റിക്കർ ആവേണ്ടതായിരുന്നു. എന്നിട്ട് വേണം എല്ലാവർക്കും എന്നെ എടുത്തിട്ട് ചാമ്പാൻ. ഹരീഷ് പറഞ്ഞുകൊണ്ട് ബസ് മുന്നോട്ടെടുത്തു. യാത്രക്കാരിൽ ചില നിലത്ത് വീണ കോയിൻസ് എടുക്കാൻ അവനെ സഹായിച്ചു. അപ്പോഴേക്കും അവിടെ സ്റ്റോപ്പ് എത്തി. സോറി, പെട്ടെന്ന് എവിടെയും പിടിക്കാൻ പറ്റിയില്ല, അവൾ ഇറങ്ങുമ്പോൾ അവനോട് പറഞ്ഞു. സാറില്ല. സജീവ് പുഞ്ചിരിച്ചു. തൻ്റെ കൈമുട്ടി ചെന്നിടിച്ച് ചുവന്നവൻ്റെ കവിൾ വല്ലായ്മയോടെ നോക്കി അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. നീ ആ നേഴ്സ് പെങ്കൊച്ചിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ശരിക്കും ജയനയും സീമയും പോലെ ഉണ്ടായിരുന്നു. രാത്രി പെട്രോൾ സ്റ്റേഷന് പുറകെയുള്ള ഗ്രൗണ്ടിൽ ബസ് വെച്ചതിന് ശേഷം ഹരീഷ് അവനെ നോക്കി കളിയാക്കി. ആ പുല്ലേ, നീ ഒരുത്തങ്കാരനാ, എന്നിട്ട് കോമഡി അടിക്കല്ലേ? സജീവ് ദേഷ്യപ്പെട്ടു. ചിലപ്പോൾ ഇതായിരിക്കും പ്രേമത്തിൻ്റെ തുടക്കം. നാളെ നീ എന്നോട് നന്ദി പറയും. പ്രേമം മാങ്ങാത്തുലി. നീ പോകുന്നുണ്ടോ? ബീറേജ് പടക്കും. നിനക്ക് വേണി വാ. ഹരീഷ് ക്ഷണിച്ചു. ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നല്ല പേരാ. സജീവ് പുറത്തിറങ്ങി അവിടെ തെങ്ങിൻ ചൂടിൽ ചാരി വെച്ചിരിക്കുന്ന തൻ്റെ പഴയ ബൈക്ക് എടുത്തു. ബാഗ് ടാങ്കിന് മുകളിലെ പോക്കറ്റിൽ വെച്ച ശേഷം സ്റ്റാർട്ട് ചെയ്തു. എടാ, വെള്ളാടി കഴിഞ്ഞ് പോകുമ്പോൾ ബസ്സിൽ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞേക്കരുത്. രാവിലെ തള്ളാനൊന്നും കൊണ്ട് പറ്റില്ല. ആയിക്കോട്ടെ. ഹരീഷ് പുറത്തേക്ക് നോക്കി. എന്നിട്ട് വിളിച്ചു. രവി ചേട്ടോ. ബസ്സിൻ്റെ മറുപുറം കഴുകിക്കൊണ്ടിരുന്ന ക്ലീനർ രവി ഓടി വന്നു. സാധനം വാങ്ങണ്ടേ? ഇപ്പം അടക്കും. ഇവൻ്റെ കൂടെ പോക്കോ, മുമ്പിലിറക്കി തരും. അയാൾ തലയാട്ടിക്കൊണ്ട് സജീവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി.
മുറ്റത്ത് ബൈക്ക് വെച്ച് അവനകത്തേക്ക് കയറിയപ്പോൾ അച്ഛനും അമ്മയും ടി വിക്ക് മുമ്പിൽ ഇരിപ്പുണ്ട്. റൂമിൽ കയറി ബാഗ് അലമാരക്കുള്ളിൽ വെച്ച് പൂട്ടി തോർത്തുമെടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി. നാളെ ചിട്ടിയുടെ പൈസ കൊടുക്കണം. ഒരു 2000 രൂപ ഉണ്ടാവുമോ? അമ്മയുടെ ചോദ്യം പിന്നിൽ നിന്ന് ഉയർന്നു. സജീവ് തിരിഞ്ഞു നിന്ന്. ഇന്നലെയല്ലേ തന്ന്? അത് നിന്റെ അച്ഛൻ വാങ്ങി. അവൻ അച്ഛനെ നോക്കി. ഒന്നും അറിയാത്ത ഭാഗത്തിൽ ടി വിയിലേക്ക് നോക്കി ഇരിപ്പാണ്. രണ്ടാളോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. ദിവസവും 2000 വെച്ച് ഇറങ്ങി അംബാനിയൊന്നല്ല. എന്നെ കൊണ്ട് കഴിയുന്നവർ ഞാനിവിടെ വേണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. കയ്യിൽ കാശുണ്ടി തരും, ഇങ്ങോട്ട് ചോദിക്കണ്ട. രാത്രി പണിയും കഴിഞ്ഞൊന്ന് കയറിയിട്ട് ഗ്ലാസ് വെള്ളം പോലും തന്നിട്ടില്ല. അതിനുമുമ്പ് കൈനീട്ടി തുടങ്ങി. കുറച്ചൊക്കെ മനുഷ്യത്താവാം. ടി വി റിമോട്ട് നിലത്തേക്കെന്ന് അച്ഛൻ ചാടി നീറ്റു. വേണ്ടടാ, നിന്റെ കാശ് വേണ്ട. ഇന്നലെ കുറച്ച് അത്യാവശ്യം വന്നോണ്ടാ എടുത്ത്. നാളെ തിരിച്ചു തന്നേക്കാം. നിന്നെയൊക്കെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ ഞാനല്ലേ. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. സജീവ് പുച്ഛത്തോടും ചിരിച്ചിറങ്ങി നടന്നു. വളർത്തി വലുതാക്കി അത്രേ. 4-ാം വയസ്സിൽ അമ്മയുടെ തറവാട്ടിൽ തന്നെ വിട്ടിട്ട് ചേച്ചിയും കൂട്ടി ഇങ്ങോട്ട് മാറിയവരായത്. വളർത്തിയതും ഡിഗ്രി വരെ പഠിപ്പിച്ചവൻ കൃഷ്ണൻ മാമനായിരുന്നു, അമ്മയുടെ മൂത്ത ചേട്ടൻ. അമ്മായി നേരത്തെ മരിച്ചു. 6 വയസ്സിന് മൂത്തതാണെങ്കിലും അമ്മാവിൻ്റെ ഒരേ ഒരു മകൻ മഹേഷായിരുന്നു. രാജീവിൻ്റെ സുഹൃത്തും വഴികാട്ടിയുമെല്ലാം. മാസത്തിൽ ഒരിക്കൽ വരുന്ന വിരുന്നുകാരായി അച്ഛനും അമ്മയും ചേച്ചിയും. നിന്റെ അച്ഛന് കിട്ടുന്ന വരുമാനം കൊണ്ട് രണ്ടാളെയും നോക്കാൻ പറ്റാഞ്ഞിട്ടല്ലേടാ. പോരാത്തതിന് ആ ചെറിയ വീട്ടിൽ 4 പേർ കഴിയാനുള്ള സൗകര്യമൊന്നുമില്ല. നിനക്കിവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്താ? അച്ഛനും അമ്മയ്ക്ക് എന്നെ എന്താ വേണ്ടാത്തെന്ന് അവൻ്റെ ചോദ്യത്തിന് മാമൻ്റെ മറുപടിയായിരുന്നത്. വീടിന് പുറകിലുള്ള വഴിയിലൂടെ സജീവ് തോട്ടിലേക്ക് നടന്നു. എന്നും രാത്രി അവിടെ നിന്നായിരുന്നു അവൻ കുളിച്ചിരുന്നു. കൗങ്ങിൻ തോപ്പിന് നടുവിലൂടെ ഒഴുകുന്ന തോട്ടിൽ വേനൽക്കാലമായാൽ വെള്ളം കുറയുമെന്നല്ലാതെ വറ്റാറില്ല. കരിങ്കൽ പടവുകളിറങ്ങി അവൻ വെള്ളത്തിൽ കാലുകുത്തി. ശരീരം മുഴുവൻ തണുപ്പ് പടർന്നു കയറി. അടുത്തെങ്ങും വീടുകളില്ല. പണ്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു. കുന്നിൻ ചെരുവിലെ ഓലക്കുടിയിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ ഇവിടെയായിരുന്നു അത്രേ സ്ഥിരം കുളിച്ചുകൊണ്ടിരുന്നു. ആരോ ചതിച്ച് ഗർഭിണിയാക്കി അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. രാത്രി സമയങ്ങളിൽ ഇവിടെ നടക്കുന്ന ശബ്ദം പലരും കേൾക്കാറുണ്ടെന്ന് വീടിനടുത്തുള്ള പാർവമ്മ പറയാറുണ്ട്. അതാ സുലോചന പെണ്ണിന്റെ പ്രേതം തന്നെയാ. അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് വേറെ ആരാ കുളിക്കാൻ അവിടെ പോവാ? ചുളി വീണ് തുടങ്ങിയ മുഖത്ത് ഭയം നിറച്ചുകൊണ്ട് പാർവമ്മ ചോദിക്കും. പിന്നെ പ്രേതങ്ങൾക്ക് തുണി അലക്കലല്ലേ പണി? എൻ്റെ പാർവമ്മേ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പൊട്ടക്കഥകൾ? സജീവ് പരിഹസിക്കും. പക്ഷേ പാർവമ്മയുടെ കഥകൾ കേൾക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുത്തുകൊണ്ട് അവൻ ഓരോന്ന് പറയിക്കും. അതിൽ ഏറ്റവും വേദനിപ്പിച്ചത് സുലോചനയുടെ കഥ തന്നെ. അവളുടെ ഏകാന്തതയിലേക്ക് കൂട്ടായി വരുന്ന ഒരാൾ പ്രണയമെന്ന മായാലോകത്തിലേക്ക് അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോയി തൻ്റെ ആവശ്യം കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. വയറിലെ ഒരു കുഞ്ഞു ജീവനുമായി ആത്മഹത്യ ചെയ്യുന്ന നിസ്സഹായ അവസ്ഥ. പല രാത്രികളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് സുലോചനയെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. നഷ്ടങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ വേദന എത്ര ഭീകരമാണെന്ന് ഈ പ്രായത്തിൽ തന്നെ അവൻ അറിയാമായിരുന്നു. എല്ലാം തണുത്തു. നിനക്ക് ഇവിടുന്ന് കുളിച്ചാൽ പോരെ? ഇവിടെ കിണർ മോട്ടറില്ലാണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നല്ല കുളിച്ചുകൊണ്ടിരുന്നത്. എടാ, അച്ഛൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. വേറെ ആരോടെ കടം വാങ്ങിയിരുന്നു. അവർ വഴക്കിന് വന്നോണ്ടാ നീ തന്ന കാശ് ഞാൻ എടുത്തു കൊടുത്ത്. എന്തിനു കടം വാങ്ങിയതാ? ചീട്ട് കളിക്കാൻ അല്ലേ? അമ്മയൊന്നും മിണ്ടിയില്ല. ഒരാൾക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് രണ്ടുപേരും ഓർത്താ നന്ന്. കഴിച്ച് മതിയാക്കി അവൻ എണീറ്റു. കൈ കഴുകി റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയെ നോക്കി. 6 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാക്കിയത് മുഴുവൻ എടുത്തു. പിന്നെ കുറെ കടം വാങ്ങിയാ ഞാൻ ഈ വീട് ഇക്കോളത്തിനെങ്കിലും ആക്കിയെടുത്ത്. ആ കടങ്ങൾ വീടാൻ നെട്ടോടിടുന്നതിനില്ല ഇത്ര ഉപകാരങ്ങൾ ചെയ്തു തരരുതെന്ന് ആ മനുഷ്യനോടൊന്ന് പറഞ്ഞേക്കണം. റൂമിൽ കയറി കഥ കടച്ച് സജീവ് മൊബൈലും എടുത്ത് കട്ടിൽ കിടന്നു. വെറുതെ മുഖത്ത് തലോടിയപ്പോൾ കവിളിലെ കല്ലീച്ച പാടിൽ വിരൽ തട്ടി. രാവിലെ ആ പെണ്ണിന്റെ കൈമുട്ട് വന്നിടിച്ച സ്ഥലമാണ്. കുറേ നാളുകളായി അവൾ ഇതേ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്നേവരൊന്നും സംസാരിച്ചിട്ടില്ല. ഹൃദ്യമായ ഒരു പുഞ്ചിരി എന്നും ആ മുഖത്തുണ്ടാവും. അതല്ലാതെ വേറൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ബസ്സിൽ അന്ന് തിരക്ക് കുറവായിരുന്നു. ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും പതിയെ പോലെ അവൾ കയറി. വേദന കുറവുണ്ടോ? കവിളിലെ പാടിൽ നോക്കിയാണ് അവൾ ചോദിച്ചത്. ആ, അതൊക്കെ മാറി. അവൻ ചിരിച്ചു. ബസ്സിൽ വീണ ചില്ലറയെല്ലാം കിട്ടിയോ? അതൊക്കെ പെറുക്കിയെടുത്തു. അതും പറഞ്ഞ് പിന്നോട്ട് നടന്നവൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. എന്നിട്ട് അവൾക്കരികിലേക്ക് മുഖം കുനിച്ചു. എന്തോ പേര്? ചോദ്യം അപ്രതീക്ഷിതമായതിനാലോ എന്തോ അവൾ ഒരു നിമിഷം മൗനമായിരുന്നു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ശിവാനി. സജീവ് ആ പേരും മനസ്സിലൊന്ന് പറഞ്ഞു. എന്നിട്ട് നടക്കാൻ തുടങ്ങിയവൻ അവൾ ചോദിച്ചു, ഇയാളുടെ പേരെന്താ? സജീവ്. അവൻ ആ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളുമായി ഇടഞ്ഞപ്പോൾ അവൻ നോട്ടം പിൻവലിച്ച് തിരിഞ്ഞു. അതായിരുന്നു തുടക്കം പലതിൻ്റെയും. രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അച്ഛൻ വിളിച്ചു, മോളെ ശിവ. അവൾ തിരിഞ്ഞു നോക്കി. നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല.
അച്ഛൻ ഓർമ്മിപ്പിച്ചു. ഞാൻ എന്തു പറയാനാ, അച്ഛൻ ഓരോ തീരുമാനിക്കും. ഞാനൊരു വിഡ്ഢിയെ പോലെ എല്ലാത്തിനും നിന്നുതരും. അവസാനം അനുഭവിക്കുന്ന മുഴുവൻ ഞാൻ ഒറ്റയ്ക്കും. ഒരിക്കലും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് അച്ഛനൊന്ന് പരിങ്ങി. വേണ്ട, ഇനി എനിക്ക് വയ്യ, എന്നൊന്ന് വെറുതെ വിട്. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾക്ക് കരച്ചിൽ വന്നു. കല്യാണത്തലേന്ന് വരൻ സ്വന്തം അനിയത്തെയും കൊണ്ട് ഒളിച്ചോടുക, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അപഹാസ്യമായി നിൽക്കേണ്ടി വരിക. ആ വേദന എന്തുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല. എന്നിട്ടിപ്പോൾ വീണ്ടും വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ച് ഭാരം ഒഴിവാക്കാൻ നോക്കിയാണ് അച്ഛൻ. കോപത്തെ കാലുകളിലേക്ക് ആവാഹിച്ചവൾ ആഞ്ഞു നടന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. കണ്ണുനീർ മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ പാടുപെട്ടു. ഒരു ബൈക്ക് കുറച്ച് ദൂരം പോയി തിരിച്ചു വന്ന് അവിടെ മുമ്പിൽ നിർത്തി. ഹെൽമെറ്റ് എടുത്ത് അവൻ വിളിച്ചു. ശിവാനി. സജീവ്, താനായിരുന്നോ? പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ഹോസ്പിറ്റലിലേക്കാണോ? കറിക്കോ, ഞാനാ വിളിക്കാം. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവളൊന്ന് മടിച്ചു. ഇവിടെ നിന്നാൽ താനിന്ന് എത്താൻ വൈകും. ഈ സമയത്തുള്ള 2 ബസ് ഇന്ന് ഓടുന്നില്ല. വരുന്നീ വാ. അവൾ കയറി. ഹെൽമെറ്റ് വീണ്ടും വെച്ച് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. തൻ്റെ ബസ് ഓടുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ട്, വർക്ക്ഷോപ്പിലാ. നാളെ ഉണ്ടാവുമോ? ഉറപ്പില്ല. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ബൈക്ക് ഹോസ്പിറ്റലിന് മുമ്പിലെത്തി. തൻ്റെ ഫോൺ നമ്പർ തരുമോ? നാളെ ബസ് ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാ. ചെറിയൊരു മടിയോട് അവൾ ചോദിച്ചു. സജീവ് നമ്പർ കൊടുത്തു. അതിനുശേഷം അവൾ നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് ബൈക്ക് ഓടിച്ചു പോയി. സജീവേ, നിന്നെ ഇഷ്ടമായതുകൊണ്ടും നിന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും അവധി വന്ന്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയായി. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. ബാങ്ക് മാനേജർ ഷെഫീഖ് അവസാന വാക്കുന്ന പോലെ പറഞ്ഞു നിർത്തി. അങ്ങനെ പറയില്ലേ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്ത. ഒരു വഴിയുണ്ട്, അതേ ഉള്ളൂ. സജീവയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. നിനക്കൊരു ചേച്ചിയില്ലേ? അത്യാവശ്യം ഗോൾഡൊക്കെ ഉണ്ടാവുമല്ലോ. അവളോട് അത് വാങ്ങി പണയം വെച്ച് ഈ ലോണ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം എടുക്കുക. അത് വെച്ച് വീണ്ടും ഒരു ലോൺ എടുക്കുക. ആ കാശ് കൊണ്ട് ഗോൾഡ് എടുത്ത് അവൾക്ക് തിരിച്ചു കൊടുക്കുക. പുതിയ ലോണിന് മാസം നിനക്ക് താങ്ങാൻ പറ്റുന്ന അടവേ ഉണ്ടാവും. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അവൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി ഇതാണ്. നീ വീട്ടുകാരനൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ചേച്ചി കൂടി അവകാശപ്പെട്ട വീടല്ലേ, അപ്പോൾ അവൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 1-2 മാസത്തേക്ക് അവളുടെ സ്വർണം കടമായിട്ട് തരുന്നതാണോ അതോ വീടും പറമ്പും ബാങ്ക് കൊണ്ടുപോകുന്നതാണോ നല്ലതെന്ന് ആലോചിക്കാൻ പറ. സജീവ് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവന് സ്വയം പുച്ഛം തോന്നി. എന്തിനീ ഭാരം തനിയെ ചുമക്കുന്നു? അന്നേ മഹേഷ് ഏട്ടൻ പറഞ്ഞിരുന്നു, ഡാ നിന്റെ അച്ഛനും അമ്മയും നന്ദിയില്ലാത്തവരാ. പുതിയ വീട് കിട്ടണമെങ്കിൽ നിന്റെ പേരിൽ സ്ഥലം വാങ്ങി അവിടെ കെട്ട്, ഇല്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കും. അന്നത് കേട്ടില്ല. പഴയ ഒറ്റമുറി വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് തീർത്തു. ഒരിക്കൽ പോലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലാത്ത ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അത് പണയം വെച്ച് കടം വാങ്ങി. ഇന്ന് ആ കടം തീർക്കാൻ നെട്ടോട്ടം ഓടുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ഫോൺ അടിച്ചു. സജീവ്, ഇത് ഞാനാ ശിവാനി. മധുരമായ സ്വരം. ആ, താനായിരുന്നു, പറഞ്ഞോ. ഫോൺ നമ്പർ ചോദിച്ചാൽ തെറ്റായിട്ടൊന്നും കരുതിയേക്കല്ലേ? സത്യമായിട്ടും ബസ്സിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാ. തൻ്റെ ബസ്സിലേക്ക് 2 ബസ് മാറിക്കയറണം, അതുകൊണ്ടാ. അത് ഞാൻ വേറൊന്നും വിചാരിച്ചില്ലല്ലോ. അതല്ല, പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണ് നമ്പർ വാങ്ങുമ്പോൾ. അവൾ പാതിയിൽ നിർത്തി. എടോ, അങ്ങനെ വേറൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാനുള്ളത്. വണ്ടിപ്പണിക്കാരൊക്കെ മോശം സ്വഭാവക്കാരൊന്നല്ല, അങ്ങനെയുള്ളവരുണ്ടാവും. അതെല്ലാ ഫീൽഡിലുണ്ട്. താൻ എന്നെ എന്തായാലും പേടിക്കണ്ട. ഏയ്, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത്രയൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ ബൈക്കിലാണ് ഞാൻ കയറില്ലായിരുന്നല്ലോ. അത് മതി. ആ പിന്നെ, നാളെ ഉച്ചക്ക് മുമ്പ് പണിർന്ന വൈകിട്ടത്തെ ട്രിപ്പ് ഓടും. എന്തായാലും തന്നെ നമ്പറുണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. അവൻ ഫോൺ കട്ട് ചെയ്തു. ലഞ്ച് ബോക്സും തുറന്നു വെച്ച് ഫോൺ നോക്കി ചമ്മലോടെ ഇരിക്കുന്ന ശിവാനിയോട് മുബീന ചോദിച്ചു, എന്താടി, എന്തു പറ്റി? ഛേ, വെറുതെ ചമ്മി. ആരാ? മറ്റേ കണ്ടക്ടറാണോ? അതെ, വെറുതെ തെറ്റിദ്ധരിക്കണമെന്ന് കരുതി വിളിച്ചതാ. പണി പാളി. എനിക്കവനെ നേരത്തെ അറിയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂട്ടിലോടുന്ന സൗപർണിക ബസ്സിലായിരുന്നു. എല്ലാവരോടും നല്ല പെരുമാറ്റ. പിന്നെ ഗൾഫിലെങ്ങാണ്ട് പോയി. തിരിച്ചു വന്നതിന് ശേഷം നിന്റെ അങ്ങോട്ടുള്ള ബസ്സിൽ ജോലി തുടങ്ങിയത്. പണ്ടേ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും സുന്ദരികൾ കയറുന്ന ബസ്സായിട്ടും ആരെയും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നിന്നെ. അതെന്താടി, ഞാൻ അത്രയ്ക്ക് മോശമാണോ? ശിവാനി ചുണ്ടുകൾ കൂർപ്പിച്ച് അവളെ നോക്കി. നീ ഹോസ്പിറ്റലിൽ നയൻതാരയല്ലേ? മുബീന അവിടെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് എഴുന്നേറ്റു. ഏയ്, അതൊന്നും ശരിയാവില്ല. ഈ വേറെ വഴിയുണ്ടോ നോക്ക്. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിൻ്റെ ആഭരണങ്ങൾ തിരിച്ചു ചോദിക്കാനോ? നല്ല കാര്യം. അമ്മ തീർത്തു പറഞ്ഞു. സജീവിൻ്റെ നിയന്ത്രണം വിട്ടു. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും അവിടെ സ്വർണ്ണം എനിക്ക് വിറ്റ് കള്ളുടിക്കാനാണെന്ന്. വീട് ജപ്തി ചെയ്ത് പോകണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ഇനി ഇതൊന്നും ഒറ്റയ്ക്ക് ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാം അവൾക്ക് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. സ്നേഹം, പരിഗണന എല്ലാം. ഞാൻ വെറൊരു കറോപ്പശു അല്ലേ? മര്യാദക്ക് ലോൺ അടിച്ച് വരികയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കാശ് വാങ്ങും. എൻ്റെ കയ്യിൽ നോട്ടടിക്കുന്ന മെഷീനൊന്നുമില്ല.
ഞാനേ ഒരു ബസ് കണ്ടക്ടറാ. ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് വരാൻ നിന്നോട് ഞങ്ങൾ പറഞ്ഞോടാ. അതുവരെ മിണ്ടായിരുന്ന അച്ഛൻ വാ തുറന്നു. എന്തോ പറയാൻ കൈ ചൂണ്ടി അവനത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടിച്ചുപോയി. ബീച്ചിൽ പൂഴി മണൽ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ശിവാനി. രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് ലീവ് എടുത്തു. കുറച്ച് കൗമാരക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കുറച്ചപ്പുറം ഇണക്കുരുവികളെപ്പോലെ രണ്ടുപേർ കുടക്കീഴിൽ ചേർന്നിരിക്കുന്നു. ഹലോ, ഒരു വിളി കേട്ടവൾ തലയിരിച്ച് നോക്കി. കപ്പലണ്ടി കുറച്ചുകൊണ്ട് സജീവ്. അവൾ ചാടി എഴുന്നേറ്റു. തനിക്ക് വട്ടുണ്ടോ? അവൻ ചോദിച്ചു. എന്തേ? അല്ല, ഈ പൊരിയ വെയിലത്ത് ഒട്ടിക്കുന്നുണ്ട് ചോദിച്ചാ. അപ്പോൾ താനെന്തിനെ വെയിലത്ത് ഇങ്ങോട്ട് വന്ന്? ഞാൻ ആ മരത്തള്ളിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇയാളെ കണ്ട്, അതുകൊണ്ട് വന്ന. വാ, അങ്ങോട്ട് വാ, വെയിലുണ്ട ഗ്ലാമർ പോവും. അവൾ ചിരിയോടെ അവൻ്റെ കൂടെ നടന്നു. തണൽ വിരിച്ചു നിൽക്കുന്ന മരത്തിന് കീഴെ മുള കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ അവരിരുന്നു. അവൻ കപ്പലണ്ടി കുറച്ച് കയ്യിൽ തട്ടി അവൾക്ക് നേരെ നീട്ടി. അവൾ വാങ്ങി. ഇന്ന് ലീവാണോ? ലീവ് എടുത്തു, ഒരു മൂടില്ല. അല്ല, തൻ്റെ ബസ്സിന് ശരിയായില്ലേ? ഇന്ന് വൈകുന്നേരം ഇറക്കും. ദാ ആ റോഡിൻ്റെ അപ്പുറം വർക്ക്ഷോപ്പ്. കുറേ നേരം അവിടെ ഇരുന്ന് ബോറടിക്കുന്നു, അതാ ഇങ്ങോട്ടേക്ക് വന്ന്. അവൻ കപ്പലണ്ടി വാരിട്ടുണ്ട് കടലിലേക്ക് നോക്കി. സജീവിന് ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേച്ചിയും. തനിക്കോ? അച്ഛനും അനിയത്തിയും. അമ്മ മരിച്ചുപോയി. അനിയത്തി പഠിക്കുവാണോ? ആയിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി. അതെന്താ അങ്ങനെ? ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ്? ശിവാനി ഒന്നും മിണ്ടിയില്ല. അവൻ വല്ലാതായി. സോറി, ചോദിച്ച ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്. അവൾ വേദനയോടും ചിരിച്ചു. സാരമില്ല, ഈ ചോദ്യം കേട്ട് ശീലായി. പെണ്ണാണ് വരുന്നവരൊക്കെ സ്ഥിരം ചോദിക്കുന്ന. ചേച്ചി കല്യാണം കഴിയാൻ നിൽക്കുന്നത് എന്തോ കുഴപ്പം കൊണ്ടാണെന്നാ എല്ലാവരും ചിന്തിക്കുന്നത്. അയ്യോ, സത്യമായിട്ടും ഞാൻ ആർത്തത്തിൽ ചോദിച്ചല്ല. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. അധികം കൂട്ടുകാരൊന്നും എനിക്കില്ല. ആകെയുള്ള എൻ്റെ കസിൻ മഹേഷ് ഏട്ടനും പിന്നെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ഹരീഷും മാത്രമാണ്. തന്നോടൊരു സൗഹൃദം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 വർഷം മുമ്പ് എൻ്റെ വിവാഹം തീരുമാനിച്ചു. വരാൻ തമിഴ്നാട്ടിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുക. സന്ദീപ് എന്ന പേര്. വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അവസാനം വിവാഹത്തിൻ്റെ തലേന്ന് രാത്രി സന്ദീപിൻ്റെ അനിയത്തി ഗായത്രി ഒളിച്ചോടി. ശിവാനി നോക്കുമ്പോൾ സജീവ് വായും പൊളിച്ച് അവിശ്വസനീയതയോടെ ഇരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിശ്ചയം നടത്തി 3 മാസം കഴിഞ്ഞായിരുന്നു കല്യാണം. ആ 3 മാസത്തിനുള്ളിൽ ഗായത്രിയും സന്ദീപും വല്ലാതെ അടുത്തെന്ന് പിന്നീടാണ് അറിഞ്ഞത്. എന്നെക്കാളും പഠിപ്പും സൗന്ദര്യം അവൾക്കുണ്ട്. ഞാൻ വെറും ഒരു നേഴ്സല്ലേ. അവർ തന്നെയാണ് ചേരേണ്ടത്. വീട്ടുകാരെ ഭയന്നാണ് ഇങ്ങനെ ചെയ്യുന്നൊരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കവരോട് ദേഷ്യം തോന്നിയില്ല. എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു. ഞാൻ പൂർണ്ണ മനസ്സോട് ഒഴിഞ്ഞു മാറിയാനേ. അവളെൻ്റെ കുഞ്ഞിനെ പോലെയാണ് വളർത്തിയത്. അമ്മയില്ലാത്ത കുറവ് അറിയിച്ചിട്ടേ ഇല്ല. അവളുടെ സന്തോഷമായിരുന്നു ഇന്നും എനിക്ക് വലുത്. ഇങ്ങനൊരാഗ്രഹം മനസ്സിൽ തോന്നിയെങ്കിൽ എല്ലാവരെയും സമ്മതിപ്പിച്ച് നടത്തി കൊടുക്കുമായിരുന്നു. വെറുതെ ഞാൻ കുറേ ആശിച്ച്, കുറേ സ്വപ്നങ്ങൾ കണ്ടു. അവളുടെ കണ്ണുകൾ തുളുമ്പി. വേഗം ഷാൾ കൊണ്ട് അവളത് തുടച്ചു. ഇത്തരമൊരു കഥ പ്രതീക്ഷിച്ചില്ലാത്തതുകൊണ്ട് സജീവന് വല്ലാത്ത വിഷമമായി. എൻ്റെ കഥ പറഞ്ഞ് ഞാൻ തന്നെ ബോറടിപ്പിച്ചു അല്ലേ? ഏയ്, നഷ്ടങ്ങളുടെ വേദന നല്ലോണം അറിയുന്നവനാണ് ഞാൻ, അതുകൊണ്ട് മനസ്സിലാവും. പക്ഷെ താൻ പറഞ്ഞ ഒരു കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. താൻ വെറൊരു നേഴ്സാണെന്ന് പറഞ്ഞില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജോലിയാണത്. പണ്ടോമാനിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരണത്തോട് മല്ലിട്ട് കിടന്ന സമയത്ത് എന്നെ പരിചരിച്ചൊരു നേഴ്സുണ്ടായിരുന്നു. ഒരു തിരുവല്ലക്കാരി, ലിസി ചേച്ചി. ഒരമ്മ കുഞ്ഞിനെ നോക്കും പോലെയാ എന്നെ നോക്കിയത്. മരുന്നിൻ്റെ കൂടെ ചേച്ചി പകർന്നെന്ന ആത്മവിശ്വാസവും ധൈര്യവും കാരണം ഞാനിന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ. ഭൂമിയിലെ മാലാഖമാരെന്ന് നിങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരിക്കലും തൻ്റെ പ്രൊഫഷനെ വിലവെച്ച് കാണരുത്. അതെനിക്കിഷ്ടമല്ല. ശിവാനി അവനെ സ്നേഹത്തോടെ നോക്കി. തനിക്ക് ആക്സിഡൻ്റ് ആയോ? ആ, ഓടിച്ചിരുന്ന ട്രക്ക് വേറെ വണ്ടിയിട്ടിടിച്ചു. വെട്ടിപ്പൊളിച്ചെന്നെ പുറത്തെടുത്തപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. 8 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് കാഴ്ചയൊക്കെ മങ്ങൽ വരും. ചിലപ്പോൾ തല പൊട്ടിത്തെറിക്കും പോലെ തലവേദനയും. ആ, മരുന്ന് കഴിക്കുന്നുണ്ട്. അവനൊന്ന് വിശ്വസിച്ച്. ചിലപ്പോൾ തോന്നും അന്ന് ചത്താ മതിയായിരുന്നു. വീട്ടുകാർക്ക് കുറച്ച് കാശും കിട്ടും, എനിക്ക് മനസ്സമാധാനം. ശിവാനി അവൻ്റെ തോളിൽ നിന്ന് ഇടിച്ച്. അങ്ങനെയൊന്നും പറയരുത്. താൻ മരിച്ചിട്ട് കാശ് കിട്ടിയിട്ട് അവരെന്താക്കാനാ? സജീവ് കടലിലേക്ക് തന്നെ നോക്കി. അതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ലടോ. അവർക്കെന്നും പണം മതി. പണത്തിനുപരിയായിട്ട് എന്നെ സ്നേഹിച്ചിരുന്ന ഒരാൾ എൻ്റെ അമ്മാവനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മാവനാണ് എൻ്റെ അച്ഛനും അമ്മയും അല്ല. ഞാൻ ആക്സിഡൻ്റ് ആയിക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത്. അവസാനമായിട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ല. അവൻ്റെ ശബ്ദമിടറി. പിന്നെയുള്ള മഹേഷ് അമ്മാവൻ്റെ മോന. ഇപ്പം മധുരയിൽ താമസിക്കുക.
ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. സജീവ് എഴുന്നേറ്റ്, കൂടെ അവളും. സോറി സജീവ്. റോഡിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവൾ അവനോട് പറഞ്ഞു. എന്തിന്? ഇന്നലെ ഫോണിൽ അങ്ങനെ പറഞ്ഞതിന്. വേറൊന്നും കൊണ്ടല്ല. തനിക്ക് മുമ്പ് ഈ ബസ്സിലെ കണ്ടക്ടർ എപ്പോഴും എന്നോട് നമ്പർ ചോദിക്കും. പിന്നെ വല്ലാത്തൊരു നോട്ടം. അതൊക്കെ കൊണ്ടാ. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നല്ലോ. എല്ലാവരെയും ഒരുപോലെ കാണരുത്. ഞാൻ ശിവാനിയെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. ഇന്ന് ഇവരെൻ്റെ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അവളില്ലെന്ന് തലയാട്ടി. സത്യത്തിൽ എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. താൻ നേഴ്സാണെന്ന് അറിഞ്ഞതിന് ശേഷമാണോന്ന് അറിയില്ല. ഞാനും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ബസ്സിൽ കയറി എവിടെയോ ആലോചിച്ചിരിക്കുന്നു. ഇറങ്ങിയിട്ട് സ്വപ്നത്തിൽ എന്ന പോലെ നടന്നു പോകുന്നില്ല ഞാൻ നോക്കാറുണ്ട്. ഒരു ദിവസം താൻ വരാതിരുന്ന എന്തോ സങ്കടം വരും. ആ പേരും പറഞ്ഞ ഹരീഷ് കളിയാക്കാറുണ്ട്. എന്ന് വെച്ച് താൻ പേടിക്കണ്ട. ഞാൻ പ്രപ്പോസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇഷ്ടം എന്നതിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. ശിവാനിക്ക് വാക്കുകളൊന്നും പിടികിട്ടിയില്ല. അതുവഴി വന്നൊരു ഓട്ടോ അവൻ കൈ കാണിച്ച് നിർത്തി. താൻ ബസ് സ്റ്റാൻഡിലേക്കല്ലേ? അവൾ തലയാട്ടിക്കൊണ്ട് ഓട്ടോയിൽ കയറി. നാളെ എന്തായാലും ബസ് ഉണ്ടാവും കേട്ടോ, ഞാൻ വിളിച്ചോളാം. ഇപ്പം എന്തായാലും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അവിടെ മറുപടി കാതിൽക്കാതെ അവൻ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. ചേട്ടാ, ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടേക്ക്. ഓട്ടോ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവൾ വെറുതെ തിരിഞ്ഞു നോക്കി. അവൻ നടന്നകലുന്നു. എത്ര പെട്ടെന്നാണ് ഒരാൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നെന്ന് അത്ഭുതത്തോടെ അവൾ ചിന്തിച്ചു. സജു. കാതുകളിൽ കുളിർമഴ പെയ്യിക്കുന്ന ശിവാനിയുടെ ശബ്ദം. പറ. നീ എവിടെയാ? തോട്ടുവക്കിൽ സുലോചനയും കാത്തിരിക്കുക. എടാ, നീ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചിലപ്പോൾ പ്രേതം മുന്നിൽ വരും കേട്ടോ, നോയിക്കോ. വറ്റടി, വന്നെന്ന് നിന്റെ അടുത്തോട്ടും പറഞ്ഞിടാം പോരെ? അയ്യോ വേണ്ടായി. അത് വീട്ടിലെ അവസ്ഥയിൽ വല്ല മാറ്റമുണ്ടോ? ഏയ് ഇല്ലടി. നാളെ ചേച്ചിയുടെ മൂത്തവൻ എന്തോ പ്രോഗ്രാം ടൗണിലുണ്ട്. അച്ഛനും അമ്മയും പോകാനുള്ള തയ്യാറെടുപ്പാ. നീ പോകുന്നില്ലേ? എനിക്ക് നാളെ ജോലിക്ക് പോകണം. ശിവാനി ഒരു നിമിഷം നിശബ്ദയായി. എന്നിട്ട് ചോദിച്ചു, നിന്നെ വിളിച്ചില്ല അല്ലേ? എന്നോട് എന്തിനാടാ കള്ളം പറയുന്നേ? അവനൊന്നും മിണ്ടിയില്ല. ശിവാനിയുമായുള്ള സൗഹൃദം മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അവൾക്ക് ഇന്ന് അവനെക്കുറിച്ച് എല്ലാം അറിയാം. സാറില്ലടാ, വിട്ടേക്ക്. പിന്നെ നാളെ മുതൽ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞ് ഇനി കാണാൻ പറ്റൂ. മഹേഷയുടെ നാളെ രാത്രി വരും. 2 ദിവസം ഞാനും ലീവാ. നിനക്ക് പറ്റുവാണെങ്കിൽ മറ്റന്നാൾ രാവിലെ കുന്നുംപുറം ദേവീക്ഷേത്രത്തിൽ പോവാ. ഞങ്ങളവിടെ ഉണ്ടാവും. ഏട്ടൻ അവിടെ ഒരു നേർച്ചയുണ്ടേ. നോക്കട്ടെടാ, ഉറപ്പില്ല. നൈറ്റും കഴിഞ്ഞ് വരുമ്പോൾ ആകെ തളരും. എന്നാലും ശ്രമിക്കാം. ശരി, ഞാൻ വെക്കുവാണേ. കുറച്ച് പണിയുണ്ട്. നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. തണുപ്പത്തധികം നിൽക്കണ്ട. ഫോൺ വെച്ച ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ നോക്കി സജീവ് വെറുതെ ഇരുന്നു. ഇന്ന് നിനക്കാ. സാംസങ്ങിൻ്റെ ഒരു പുതിയ മൊബൈൽ ഫോൺ സജീവിന് നേരെ നീട്ടി മഹേഷ് പുഞ്ചിരിച്ചു. എൻ്റെ കയ്യിലുണ്ടല്ലോ, പിന്നെന്തിനാ? അവനൊന്ന് മടിച്ചു. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏട്ടൻ തന്ന ഫോണാണ്. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴേക്കെന്തെങ്കിലും കൊണ്ടുവരും. വേണ്ട എന്ന് പറയാതെ ദേഷ്യപ്പെടും. അത് പഴയതായില്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരുപാട് സുന്ദരികൾ കയറുന്ന ബസ്സിലെ കണ്ടിട്ടല്ലേ നീ? ബാഗിൽ നിന്ന് ഡ്രസ്സുകൾ എടുത്തു വെച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു. ആ പഴയ വീട് മഹേഷ് വരുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. വീടിൻ്റെ വരാന്തയിൽ അവരിരുന്നു. വലതുവശത്തെ ശൂന്യമായ തൊഴുത്തിലേക്ക് സജീവ് നോക്കി. ഒരു തോർത്തുമുണ്ടെടുത്ത് പശുക്കളെ കുളിപ്പിക്കുന്ന അമ്മാവിൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന മനുഷ്യൻ പുലർച്ചെ എഴുന്നേറ്റ് പശുക്കളെ കറന്ന് പാലുമെടുത്ത് റോഡരികിലെ ചായക്കടയിലേക്ക് പോകും. അവിടെ നിന്നൊരു കട്ടൻ ചായ കുടിച്ച് തീരും മുമ്പ് പാല് ശേഖരിക്കുന്ന വണ്ടി വരും. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. വീടിനകവും പുറവും വൃത്തിയാക്കി തന്നെയും ഏട്ടനെയും വിളിച്ച് എഴുന്നേൽപ്പിക്കും. കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് വെച്ച് പശുക്കളെയും കൊണ്ട് അമ്മാവൻ പാടത്തേക്ക് പോകും. പശുക്കൾ അവിടെ മേയാൻ വിട്ട് കൃഷിപ്പണിയിൽ മുഴുകും. ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. കുളിച്ച് ഭക്ഷണം കഴിച്ച് പഴയ റേഡിയോയുമായി വരാന്തയുടെ മൂലയിൽ നിലത്ത് തോർത്ത് വിരിച്ച് കിടക്കും. റേഡിയോയിലെ പാട്ടിനൊപ്പം അമ്മാവൻ്റെ കൂർക്കം വലിയ ഉയർന്ന് കേൾക്കാം. വൈകിട്ട് വീണ്ടും അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കവലിലേക്ക് ഇറങ്ങും. ആഴ്ചയിൽ 1-2 ദിവസം മദ്യപിക്കും, അതും തനിച്ച്. വീട്ടിൽ കൊണ്ടുവന്ന് മുറ്റത്ത് കസേരയിട്ടിരുന്ന് പതിയെ ആസ്വദിച്ച്. സ്വന്തം മോനെയും അനിയത്തിയുടെ മോനെയും ഒരേപോലെ സ്നേഹിച്ച് വളർത്തിയൊരു പാവം. ആ ഓർമ്മകളിൽ സജീവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മഹേഷ് അത് കണ്ടു. അവൻ അടുത്തിരുന്ന് ചേർത്ത് പിടിച്ചു. അമ്മാവൻ ഇവിടെ തന്നെ ഉള്ള പോലെ അല്ലേ ഏട്ടാ? ചിലപ്പോഴേക്കും എനിക്ക് ഇച്ചിരി അസൂയ തോന്നിയിട്ടുണ്ട്. എന്നെക്കാളും കുറച്ചധികം ഇഷ്ടം നിന്നോട് കാണിച്ചിരുന്നു. എനിക്കാകെയുള്ള തണലായിരുന്നു. മഹേഷ് അവൻ്റെ ചെവിക്ക് പിടിച്ചു. അപ്പം ഞാനാരടാ നിന്റെ? അച്ഛൻ മരിക്കുമ്പോഴെന്നോട് പറഞ്ഞേ നിന്നെ ഒരിക്കലും ഒറ്റക്കാക്കരുതെന്നാ. അതുകൊണ്ടാ വർഷങ്ങളായി നിന്നോട് മധുരയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് വീട്ടിൽ നിന്ന് മാറാൻ താല്പര്യമില്ല. നിനക്ക് പുല്ലുവില തരാത്തെടുത്ത് എന്തിനാടാ നീ ഇങ്ങനെ കടിച്ചൂങ്ങി നിൽക്കുന്നത്? മഹേഷ് മധുരയിൽ ഒരു ട്രാവൽസ് നടത്തുകയാണ്. എന്ന് വെച്ച് അച്ഛനും അമ്മയും അല്ലാതാവില്ലല്ലേ ഏട്ടാ? നീ നന്നാവില്ലടാ. എത്ര കിട്ടിയാലും നന്നാവില്ല. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം, അത് ഓർമ്മ വേണം.
മഹേഷ് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. കുന്നുംപുറം ശ്രീ ദുർഗാ ക്ഷേത്രം. ശിവാനി ചെരുപ്പഴിച്ചു വെച്ച് പടികൾ കയറി. വഴിപാട് കൗണ്ടറിൽ നിൽക്കുന്ന സജീവിനെ കണ്ടതും അവൾ അങ്ങോട്ട് നടന്നു. സജു. അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആഹ്ലാദം മലയടിക്കുന്നു അവൾ കണ്ടു. നീ വരില്ലെന്ന് പറഞ്ഞിട്ട്? എന്തോ വരാൻ തോന്നി, വന്നു. അവൾ ചിരിച്ചു. ഇതാണല്ലേ ശിവാനി? സജീവിൻ്റെ മുന്നിലേക്ക് കയറിയുന്നുകൊണ്ട് മഹേഷ് ചോദിച്ചു. അതേട്ടാ, ഇതാണ് ശിവാനി. ഇവൻ എന്നും വിളിച്ചാൽ പറയാറുണ്ട് ഞാൻ മഹേഷ്. ഇവൻ്റെ അറിയാം, സജീവിൻ്റെ ഏട്ടനും സുഹൃത്തും മനസാക്ഷി സൂക്ഷിക്കാനല്ല അല്ലേ? ഓ, അതൊക്കെ പണ്ടല്ലേ. ഇപ്പം നമ്മളൊക്കെ അവൻ പുറത്താക്കിയ മട്ടാ. വേറെ ചിലരാ മനസ്സ് നിറയെ. മഹേഷ് അർത്ഥം വെച്ച് പറഞ്ഞു. സജീവിൻ്റെ മുഖം ചുവന്നു. അവൻ മഹേഷിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ശിവാനി കണ്ടില്ലെന്ന് അടിച്ചു. തൊഴുതു പുറത്തിറങ്ങിയ ശേഷം മഹേഷ് ശിവാനിയോട് ചോദിച്ചു, ശിവാനിക്ക് പോകാൻ തിരക്കുണ്ടോ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. എനിക്കൂടെ സംസാരിക്കാണ്ട്, വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. മഹേഷ് മുമ്പോട്ട് നടന്നു. കാര്യം മനസ്സിലാവാതെ തെല്ല് പകപ്പോടെ പിന്നാലെ സജീവും ശിവാനി. പെട്ടെന്ന് മഹേഷ് തിരിഞ്ഞെന്ന് സജീവിനെ നോക്കി. എനിക്ക് ഇവളോടാണ് സംസാരിക്കാനുള്ളത്, നിന്നോടല്ല. നീ താഴെ വണ്ടിയുടെ അടുത്ത് പോയി നിൽക്ക്. ഏട്ടൻ്റെ മുഖത്ത് ഗൗരവം കണ്ടപ്പോൾ തലകുനിച്ച് അവൻ താഴേക്ക് നടന്നു. ക്ഷേത്രക്കുളത്തിൻ്റെ കരിങ്കൽ പടവുകളിൽ മഹേഷ് ഇരുന്നു. ശിവാനി ഇരിക്കുക. അവൾ അവൻ്റെ അരികിലിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പിൻ്റെയും ഒന്നും സ്നേഹം കിട്ടാതെ വളർന്നവനാ സജു. ആ കുറവുകൾ അനുഭവപ്പെടാതിരിക്കാൻ ഞാനും അച്ഛനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വലുതായപ്പോൾ അവന് നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ അച്ഛനായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവൻ അതേപറ്റി ചിന്തിച്ചിട്ടില്ല. നന്ദിയില്ലാതെ ചിലർക്ക് വേണ്ടി സ്വയം ഒരുക്കിത്തീരുന്നു. ഉപദേശവും ശാസ്ത്രമൊക്കെ മടുത്തു. കടബാധ്യതകളിൽ ജീവിതം തളച്ചിട്ട് സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിയായിരുന്നവൻ. ഈ അടുത്ത കാലത്ത് അവൻ്റെ മുഖത്തൊരു തെളിച്ചവും സന്തോഷമൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. സംസാരത്തിലൊക്കെ ഒരു പുത്തൻ ഉണർവ്. കടങ്ങളൊക്കെ തീർത്ത് സ്വന്തമായിട്ടൊരു ചെറിയ വീട് വെക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിന് കാരണം ശിവാനിയാണ്. മഹേഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? തുറന്നു ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. പ്രണയാണോ അതോ വെറും സൗഹൃദമാണോ? ഒരു ഞെട്ടിലോടെ അവൾ മഹേഷിനെ നോക്കി. അവനോട് ചോദിച്ചപ്പോൾ പ്രണയത്തിനും സൗഹൃദത്തിനും അപ്പുറം എന്താണെന്നാ പറഞ്ഞു. പക്ഷേ ഒന്നെനിക്കറിയാം, ശിവാനി പോയാൽ അവനെ താങ്ങാൻ പറ്റില്ല. ഒന്നുകിൽ എന്നും അവൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നിർത്തണം. കാരണം ഇനി അവൻ തകർന്ന് ഒരിക്കലും തിരിച്ചു വരില്ല. പ്രതീക്ഷകൾ പെട്ടെന്ന് അവസാനിക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് കരകയറാനുള്ള മനക്കുട്ടിയൊന്നും ആ പാവത്തിനില്ല. ചിലപ്പോൾ എന്നേക്കുമായിട്ടോ എനിക്ക് അവനെ നഷ്ടമാവും. അതുണ്ടാവരുത്. മഹേഷ് അവളുടെ താടിയിൽ പിടിച്ചു ഉയർത്തി സ്നേഹത്തോടെ വിളിച്ചു. മോളെ, എൻ്റെ സ്വന്തം അനിയത്തെ പോലെ കണ്ട് യാചിക്കുക. അവനെ വിട്ടു പോവരുത്. അവൻ്റെ കണ്ണുകൾ നിറയുന്ന കണ്ട് ശിവാനിക സഹിച്ചില്ല. അവൾ മഹേഷിൻ്റെ കൈകൾ പിടിച്ചു. ഏട്ടൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാവും. എനിക്ക് അവനോട് പ്രണയമൊന്നുമല്ല. അവൻ പറഞ്ഞ സത്യ. പ്രണയത്തിനും സൗഹൃദത്തിനും അപ്പുറമുള്ള എന്തോ ഒന്ന്. പക്ഷെ ഒന്ന് ഞാൻ ഏട്ടന് ഉറപ്പുവരാം, അവന് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നവരെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും. സത്യം. അവൾ എഴുന്നേറ്റു. പോവാം, എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണം. മറുപടി കാക്കാതെ അവൾ നടന്നു. ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നടയിലേക്ക് നോക്കി അവൾ കൈകൂപ്പി തൊഴുതു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവി, ക്ഷമിക്കണേ. എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വന്നാൽ ആ വേദന ഒരിക്കൽ കൂടി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കള്ളം പറഞ്ഞതാ. കണ്ണുകൾ തുടച്ച് അവൾ താഴെ റോഡിലിറങ്ങി. അവളെ കണ്ടത് മഹേഷ് കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ അവൾക്ക് നേരെ നീട്ടി. എന്താ ഇത്? ഒരു ഡ്രസ്സാ. ഇവൻ ഫോം വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ രൂപം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് വാങ്ങിയതാ. എൻ്റെ ഊഹം തെറ്റിയില്ല. ഏകദേശം കറക്റ്റായിരിക്കും. സജു, നീ കുട്ടിയെ കൊണ്ട് വിട്ടിട്ട് വാ. ഞാനൊരു ഓട്ടോ പിടിച്ചോളാം. അതൊന്നും വേണ്ടേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവൾ തടഞ്ഞു. പറയുന്നത് കേട്ടാൽ മതി. നീ ഇവിടുന്ന് ബസ് പിടിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. സജീവ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ശിവാനി പുറകിൽ കയറി മഹേഷിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ബൈക്ക് കണ്ണിൽ നിന്ന് മറയും വരെ അവൻ നോക്കി നിന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. അവരുടെ ബന്ധം ദൃഢമായി. സുഖത്തിലും ദുഃഖത്തിലും ഒന്നു ചേർന്നുള്ള അനിർവചനീയമായ ബന്ധം. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു ശിവാനി. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം. ഒന്നേ. അവൾ തിരിഞ്ഞു നോക്കി. മധ്യവയസ്കനായ ഒരാൾ, കൂടെ ഒരു സ്ത്രീയും. രണ്ടുപേരുടെയും മുഖഭാവം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി. നിനക്ക് ഞങ്ങളെ മനസ്സിലായോ? അയാൾ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. നീ ഒരുത്തനെ വളച്ചെടുത്തിട്ടില്ലേ? അവൻ്റെ അച്ഛനും അമ്മയാ. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അവജ്ഞയോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ കാര്യം മനസ്സിലായി. സജുവിൻ്റെ വീട്ടുകാരാ. നീ 2 ദിവസം മുമ്പ് അവൻ്റെ സ്കൂട്ടറിൽ കയറിപ്പോന്ന് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷിച്ചു. സ്ഥിര അവൻ്റെ ബസ്സിൽ യാത്ര, ഇടയ്ക്കിടെ ഒന്നിച്ച് കറങ്ങാൻ പോക്ക്, എല്ലാം അറിഞ്ഞു. അവനോട് ചോദിച്ചപ്പോൾ നിന്നോട് മുടിഞ്ഞ പ്രേമാണെന്നാ പറഞ്ഞ്. ശിവാനിയാളുടെ മുഖത്തേക്ക് പകച്ചു നോക്കി. ഇന്നലെ രാത്രി ഫോൺ ചെയ്തപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ കട്ട് ചെയ്ത് ഇതുകൊണ്ടായിരിക്കുമോ?
ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ആൾക്കാർ ചുറ്റും നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. നിനക്ക് മയക്കെടുക്കാൻ വേറൊരുപാട് ആളുകൾ കിട്ടില്ലേ? കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ഒരുത്തനെ തന്നെ നിനക്ക് വഴിയെറ്റിക്കണോടി. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷ. ഞങ്ങൾക്കൊണ്ടൊരു മോള് അന്തസ്സായി കെട്ടിച്ചു വിട്ടു. തന്തയും തള്ളയും മര്യാദക്ക് വളർത്തില്ലെങ്കിൽ പെൺപിള്ളേർ ഇതുപോലെ പിഴച്ചു പോവും. ഒരു നിമിഷം മരിച്ചു പോയെങ്കിലും ശിവാനി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പൊതുനിരത്തിൽ വെച്ച് നഗ്നയാക്കപ്പെട്ടതിന് തുല്യമാണ്. ആൾക്കാരുടെ നോട്ടത്തിനെ നേരിടാനാവാതെ അവൾ തലകുനിച്ച് കരഞ്ഞു. ഒന്ന് നിർത്തടോ, കുറെ നേരമല്ലോ താൻ പ്രസംഗിക്കുന്നു. അതുവരെ ക്ഷമിച്ചെന്ന മുബീന ശബ്ദമുയർത്തി. ആര് തന്നെ മോനെ വളച്ചെടുത്തുന്ന? എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ഒരു പെൺകുട്ടിയെ തടഞ്ഞെത്തി അനാവശ്യം പറയുന്നോ? തനിക്ക് വല്ലതും ചോദിക്കാണ്ട് വീട്ടിൽ പോയി മോനോട് ചോദിക്ക്. ഇനി ഒരക്ഷരം മിണ്ടിയാ ഞാൻ ചെരുപ്പൂരി കരണത്തടിക്കും. രംഗം വഷളാവെന്ന് മനസ്സിലായപ്പോൾ സജീവന്റെ അമ്മ അച്ഛന്റെ കൈ പിടിച്ച് വലിച്ചു. നിങ്ങൾ വന്നേ, ഇവറ്റകളൊന്നും സംസാരിക്കാൻ കൊള്ളൂല. ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് അവർ പോയി. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ആൾക്കൂട്ടവും അപ്രത്യക്ഷമായി. ശിവാനി തലകുനിച്ച് അതേ നിൽപ്പാണ്. ശിവ വാ പോവാ, മുബീനെ വിളിച്ചു. അവൾ അനങ്ങിയില്ല. ഹാ, നീ വിഷമിക്കാതിരിക്കടി, തൽക്കാലം പോ, ലേറ്റായി, വാ ഞാൻ ബസ് കയറ്റി വിടാം. പ്രതികരണമില്ല. ഒടുവിൽ മുബീൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു. ബസ് സ്റ്റോപ്പിലെത്തിയിട്ടും അവൾ മിണ്ടുകയോ കരയുകയോ ചെയ്യാതെ ഒരു കരിങ്കൽ പ്രതിമ പോലെ നിൽക്കുകയാണ്. മുബീനയുടെ വാക്കുകളൊന്നും അവൾ കേട്ടില്ല. ബസ് വന്നപ്പോൾ മുബീന തന്നെ അവൾ ഉന്തിത്തള്ളി കയറ്റി വിട്ടു. സജീവന്ന് ലീവായിരുന്നു. ഇടയ്ക്കിടെ വരുന്ന തലവേദനയുടെ ട്രീറ്റ്മെൻറ്റിന് മെഡിക്കൽ കോളേജിൽ പോയതാണ്. കുറച്ച് പ്രായമുള്ള ഒരാളാണ് കണ്ടക്ടർ. ഡ്രൈവർ ഹരീഷ് സെൻട്രൽ ക്ലാസ്സിലൂടെ അവളെ നോക്കി. എന്നും പുഞ്ചിരിക്കുന്ന ആ മുഖത്തെ ഭാവം കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. ശിവാനി വീട്ടിലെത്തിയപ്പോൾ അച്ഛനെങ്ങോ പോവാൻ ഇറങ്ങിയായിരുന്നു. ആ നീ വന്നോ, ഞാനൊന്ന് വായനശാലയിൽ പോയി വരാം, ചിട്ടിക്കാശ് കിട്ടാനുണ്ടേ. അവൾ തലയാട്ടി. അല്ല, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖല്ലേ? തലവേദനിക്കുന്നു, ഞാനൊന്ന് കിടക്കട്ടെ. ശബ്ദമിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് നടന്നു. വാതിലടച്ച് കട്ടിൽ കിടന്ന് അവൾ മതിവരുവോളം കരഞ്ഞു. കണ്ണീരിൽ തലയിണ നനഞ്ഞു കുതിർന്നു. വേണ്ടായിരുന്നു സച്ചു, നിന്നെ കാണണ്ടായിരുന്നു, പരിചയപ്പെടണ്ടായിരുന്നു. എനിക്കായി ഞാനൊരിക്കൽ ഏകാന്തതയുടെ കൂട്ടിൽ സമാധാനത്തോടെ ജീവിച്ചേനെ. ഇങ്ങനെ അപമാനിക്കപ്പെടാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ബാഗിൽ അവളുടെ ഫോൺ അടിച്ചുകൊണ്ടിരുന്നു. സജീവാണ്. അവൾ അതെടുത്ത് വലിച്ചെറിഞ്ഞു. ചുമരിലിടിച്ച് 2 കഷ്ണങ്ങളായി വീണതോടെ ഫോൺ നിശബ്ദമായി. ആ മുറിയുടെ ഇരുട്ടിൽ അവളുടെ ഏങ്ങലടി ശബ്ദം മാത്രം മുഴങ്ങി, ഇടതടവില്ലാതെ. ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു സജീവ്. 5 ദിവസമായി ശിവാനിയുടെ ശബ്ദം കേട്ടിട്ട് ഒരു മെസ്സേജ് പോലുമില്ല. ബസ്സിലും വരാറില്ല. കുറച്ച് ദിവസം മുമ്പ് വല്ലാത്തൊരു മുഖഭാവത്തോടെ അവൾ ഹോസ്പിറ്റൽ മുമ്പിൽ നിന്ന് കയറിയെന്ന് ഹരീഷ് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ വല്ലാതെ അരട്ടി. എന്തായിരിക്കും പ്രശ്നം? എത്ര തിരക്കുണ്ടായാലും ദിവസവും പലതവണ വിളിക്കുന്നവളാണ്. 6-ാം ദിവസം 2 കൽപ്പിച്ച് ലീവ് എടുത്ത് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ആദ്യം കണ്ട നഴ്സിനോട് ശിവാനിയെക്കുറിച്ച് തിരക്കി. കാഷ്വാലിറ്റിയിലെ ഏതെങ്കിലും നഴ്സിനോട് അന്വേഷിച്ചു നോക്കുമെന്നായിരുന്നു മറുപടി. അവൻ അങ്ങോട്ട് നടന്നു. നീ എന്തിനാ അവളെ കാണുന്നേ? ചെയ്തെന്ന ഉപകാരം പോരെ? മുബീന ദേഷ്യത്തോടെ അവനെ നോക്കി. ഹോസ്പിറ്റൽ ക്യാനിലിരിക്കായിരുന്നു അവർ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ? അത് നീ നിന്റെ അച്ഛനോട് അമ്മയോട് ചോദിച്ചു നോക്ക്. നാട്ടുകൂട്ടിൽ വെച്ച് ആ പാവം പെണ്ണിനെ എന്തിനായിരുന്നു നാണം കെടുത്തിയെന്ന്. ഒരിക്കലും സ്വന്തം അനിയത്തിയർത്ത ജീവിതം അവളുടേത്. അതിൽ നിന്ന് കരകയറി വരുമ്പോഴാ അടുത്ത മാരണം. നിനക്കും നിന്റെ വീട്ടുകാർക്കും ചവിട്ടി മെതിക്കാനുള്ളല്ലോ അവള്. മുബീനയുടെ സ്വരം കടുത്തു. സജീവിന്റെ നോട്ടം കണ്ടപ്പോൾ അവനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവൾക്ക് മനസ്സിലായി. അന്നത്തെ സംഭവം മുഴുവൻ അവൾ പറഞ്ഞു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അതിനുശേഷം അവൾ ജോലിക്ക് വന്നിട്ടില്ല. റെസിഗ്നേഷൻ ലെറ്റർ അവിടെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സജീവ് എഴുന്നേറ്റ് തിരിഞ്ഞടന്നു. അവൻ്റെ കാതുകൾ അടഞ്ഞിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തലയുടെ പുറകിൽ നിന്നൊരു വേദന ആരംഭിച്ചു. പിന്നെ അത് ചെവിക്ക് മുകളിലൂടെ പടർന്ന് നെറ്റിക്ക് ഇരുവശവും എത്തി. തലച്ചോറിനുള്ളിലേക്ക് ആണിയടിച്ച് കയറ്റുന്ന വേദന. കാഴ്ചകൾ മങ്ങുന്നു. മനസ്സിന് സ്ട്രെസ് വരുത്തുന്ന ഒന്നും ചിന്തിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അവൻ ബൈക്ക് റോഡിലേക്ക് ഇറക്കി. അവ്യക്തമായ കാഴ്ചകൾക്കിടയിലൂടെ അവൻ വണ്ടിയോടിച്ചു പോയി. അച്ഛൻ പതിയെ അകത്ത് കയറി വന്ന് അവളുടെ അരികിലിരുന്നു. മോളെ. അവൾ പതിയെ തലതിരിച്ച് അച്ഛനെ നോക്കി. ഇത്രയും ദിവസമായിട്ട് നീ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ജോലി മതിയാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛനറിയില്ല. നിന്റെ കൂട്ടുകാരിയോട് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. ഇനിയെങ്കിലും പറ, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? അവൾ മറുപടിയൊന്നും പറയാതെ അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അച്ഛന് പ്രായമായിട്ട് വരുക. മോളെ ആരുടെയും കൈ പിടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാരം ഒഴിവാക്കാനാണെന്ന് തോന്നരുത്. നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാനുള്ള ആശ കൊണ്ടാ. ഇനി ഞാൻ ഒന്നിനും മോളെ നിർബന്ധിക്കില്ല. പക്ഷെ ആരോടും മിണ്ടാതെയുള്ള ഇരിപ്പ് മതിയാക്കും. നീ എവിടെയും പോകണ്ട. നമുക്ക് ജീവിക്കാൻ എൻ്റെ പെൻഷൻ കാശ് മതിയാവും. അയാൾ അവിടെ കവളിൽ തലോടി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പൂമുഖത്തെത്തിയപ്പോൾ മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നു. ഒരു ചെറുപ്പക്കാരൻ.
ശിവാനിയുടെ വീടല്ലേ ഇത്? അതെ, ആരാ? ഞാൻ ശിവാനിയുടെ ഫ്രണ്ടാ, ഒന്ന് വിളിക്കാമോ? അച്ഛനകത്തേക്ക് തിരിഞ്ഞു. മോളെ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. മോളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണോ? അച്ഛൻ ചോദിച്ചു. അവൻ മറുപടി തിരയുമ്പോഴേക്ക് ശിവാനി പുറത്തേക്ക് വന്നു. അഴിഞ്ഞുലഞ്ഞ മുടിയും കരഞ്ഞു വീർത്ത കണ്ണുകളും കണ്ടപ്പോൾ സജീവിൻ്റെ മനസ്സ് പിടഞ്ഞു. അവനെ കണ്ടിട്ടും അവളിൽ യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. മോൻ കയറിയിരിക്കും. അച്ഛൻ ക്ഷണിച്ചു. വരാന്തയിലെ കസേരയിൽ അവൻ ഇരുന്നു. അവൾ വാതിൽപ്പടിയിൽ ചാരി നിന്നതേയുള്ളൂ. രണ്ടുപേരുടെയും മുഖഭാവത്തിൽ നിന്ന് എന്തൊക്കെയോ അച്ഛൻ ഊഹിച്ചു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ആടിനൊന്ന് അഴിച്ചു കിട്ടിയിട്ട് വരാം. അയാൾ പറമ്പിലേക്ക് നടന്നു. അവർക്കിടയിൽ മൗനം കനത്തു. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ സജീവ് തന്നെ പറഞ്ഞു തുടങ്ങി. എൻ്റെ അറിവോടെയല്ലായിരുന്നു ഒന്നും. നിന്റെ കണ്ണൊന്നും നിറയുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ഞാൻ ഇതിനനുവദിക്കും തോന്നുന്നുണ്ടോ? അവൾ മിണ്ടാതെ അവനെ നോക്കി നിന്നു. നിനക്കിനൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ? അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശിവാനി അവൻ്റെ നേരെ മുമ്പിൽ വന്ന് നിന്ന് കൈകൾ മാറിൽ കെട്ടി. സജു, എനിക്ക് നിന്നോട് പ്രണയാണെന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. ആ ഭാവം അവന് അപരിചിതമായിരുന്നു. എന്താ ശിവ, നീ ഇങ്ങനെയൊക്കെ? ചോദിച്ചതിന് ഉത്തരം പറ. എന്തെങ്കിലും ഞാൻ അങ്ങനെ സൂചന നിനക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നീ നിന്റെ വീട്ടിൽ പോയി അങ്ങനെ പറഞ്ഞേ? എടി, അങ്ങനെ പറഞ്ഞാൽ അവരതോടെ അടങ്ങുമെന്ന് കരുതി. ഇത്രയും വലിയൊരു ഇഷ്യൂ ഒന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. എത്ര നിസ്സാരം അല്ലേ? എന്നെ നിന്റെ അച്ഛൻ വിളിച്ച് പിഴച്ചവളെന്നാ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? മുഖത്തടിയേറ്റ പോലെ അവന് തോന്നി. അവൻ എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണീർ പാളിക്ക് പിന്നിൽ കനലെരിയുന്നു. മാപ്പ് എന്നൊരു വാക്കിൽ നീ അനുഭവിച്ചതിന് പരിഹാരമാവില്ലെന്ന് അറിയാൻ ശിവ. എന്നാലും ക്ഷമിക്കുക. നീ പോയിക്കോ സജു, എന്നെ വെറുതെ വിട്. നാണം കെട്ടി ജീവിച്ച് മതിയായി. മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല, എൻ്റെ അച്ഛനെ വിചാരിച്ച് മാത്രമാണ്. ശരി, ഞാൻ പോയിക്കോളാം. അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, നീ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും എന്നെ പ്രണയിച്ചിട്ടുണ്ടോ? അവളൊരു ദീർഘശ്വാസം എടുത്തു. ഇല്ല, ഒരിക്കലുമില്ല. നീ ഒരു നല്ല സുഹൃത്ത് മാത്രമേ എനിക്ക്. അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സജീവ് വേദനയോടും ചിരിച്ചു. മതി, അതറിഞ്ഞാൽ മതി എനിക്ക്. പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ശിവ. എന്നെ പോലെ ഒരുത്തന്നെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതെന്ന് അറിഞ്ഞിട്ടും നിന്റെ കൂടെ ഒരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. സാരമില്ല, കൊതിച്ചൊന്നും ഇന്നേവരെ കിട്ടിയിട്ടില്ലല്ലോ. അവൻ പടികളിറങ്ങി ചെരുപ്പിട്ടു. എന്നിട്ട് അവളെ നോക്കി. നീ എൻ്റെ പ്രാണന, ആർക്കും നിനക്ക് പകരമാവാൻ കഴിയില്ല. മരിക്കും വരെ നീ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളുടെ ഓർമ്മകൾ മാത്രം മതി എനിക്ക്. പോട്ടെ, ഇനി മുമ്പിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ഒന്ന് പാളി ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ശിവാനിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. സജു, സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് മുന്നോട്ടായാൻ തുനിയവേ ഉള്ളിൽ നിന്ന് ആരോ തടഞ്ഞു. ബാലൻസ് വീണ്ടെടുത്ത് അവൻ ബൈക്ക് ഓടിച്ചു. ഗേറ്റിനരികിലെത്തിയപ്പോൾ ശിവാനിയുടെ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. മോൻ പോവാണോ? അതെ സാർ, കുറച്ച് തിരക്കുണ്ട്. സജീവൻ ചിരിക്കാൻ ശ്രമിച്ചു. അവള് ചായ ഒന്നും ഉണ്ടാക്കി തന്നില്ല അല്ലേ? കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാ. മോനൊന്നും തോന്നരുത്, ആള് പാവ. വിഷമത്തോടെ അച്ഛൻ പറഞ്ഞു. എനിക്കറിയാം അച്ഛാ, അവള് ശരിക്കൊരു മാലാക തന്നെയാ. അച്ഛൻ വിഷമിക്കണ്ട. ഇന്നത്തോടെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ശാപം ഒഴിഞ്ഞു പോവാ. ഇനി മാറിക്കോളും, അവള് പഴയതുപോലെ ആവും. അവൻ പോയി കഴിഞ്ഞതും ആ വാക്കുകളുടെ പൊരുളറിയാതെ അച്ഛൻ അതേ നിൽപ്പ് നിന്നു. ബൈക്ക് വീഴുന്ന ശബ്ദം കേട്ടാണ് സജീവിൻ്റെ അമ്മ പുറത്തേക്ക് വന്ന്. നിലത്ത് വീണ് കിടക്കുന്ന ബൈക്കിൽ നിന്ന് അവൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അമ്മയൊന്ന് നോക്കുകൂടി ചെയ്യാതെ അകത്തേക്ക് നടന്നു. ഹാളിൽ അച്ഛനും ചേച്ചിയും അളിയനും ഇരിപ്പുണ്ട്. ടി വിയിൽ എന്തോ പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്നു. അവൻ നേരെ ടി വിയുടെ അടുത്ത് ചെന്ന് അത് പൊക്കിയെടുത്ത് അറയിലെറിഞ്ഞു. നീ എന്ത് ഭ്രാന്താടായി കാണിക്കുന്നേ? അച്ഛൻ ചാടി എഴുന്നേറ്റു. എന്താ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നീ കുടിച്ചിട്ടുണ്ടോടാ? മദ്യത്തിന്റെ മണമടിച്ചപ്പോൾ അമ്മ ചോദിച്ചു. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ബോധിപ്പിക്കണോ? പുന്നാര കൂടെ പിറപ്പ് അളിനും വന്നത് നന്നായി. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിനാണോ കുടിച്ച്? ഉച്ചസ്വരത്തിൽ ചേച്ചി ചോദിച്ചു. നന്ദിയില്ലാത്ത നിങ്ങളോടൊക്കെ സംസാരിക്കാൻ എനിക്കൊരു ലഹരിയുടെയും പിൻബലം വേണ്ട. പിന്നെ കുടിച്ചത് അതെനിക്ക് വേണ്ടി മാത്രമാ. അവൻ എല്ലാവരെയും നോക്കി. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന സന്തോഷം തല്ലിക്കെടുത്തിയപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്തെന്നാടാ? കണ്ട നേഴ്സിന്റെ കൂടെ മോൻ കറങ്ങി കിടക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടാ, അമ്മയാണ് പറഞ്ഞത്. മോനോ? അത് എപ്പോ മുതല്? നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പൈസ ഇട്ടാനുള്ള ഒരു യന്ത്രം മാത്രമായിരുന്നു ഞാൻ. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നരകിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടൊന്നുമില്ല. എല്ലാം ഇതോടെ നിർത്തി. സജീവ് ചേച്ചിയെ നോക്കി. അടുത്ത മാസം കാശടച്ചില്ലെങ്കിൽ ഈ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. നിന്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോണാ. അതുകൊണ്ട് തന്നെ ഇനി നീ അടച്ചാൽ മതി.
നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ? ഇനി പറ്റില്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും അടക്കട്ടെ. ആനിയന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിലും അങ്ങനെയൊരു സ്ഥാനം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നീ തന്നിട്ടില്ലല്ലോ. അവൻ റൂമിൽ കയറി കയ്യിൽ കിട്ടി കുറച്ച് ഡ്രസ്സ് ബാഗിലിട്ട് അതുമെടുത്ത് പുറത്തിറങ്ങി. എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ്. അവൻ അച്ഛൻ്റെ മുമ്പിലെത്തി. നിങ്ങൾ പിഴച്ചവളെന്ന് വിളിച്ച പെണ്ണില്ലേ, അവളെൻ്റെ എല്ലാമായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലാണ് അങ്ങനെ വിളിച്ചതെങ്കിൽ ഞാൻ തല്ലിക്കൊന്നേനെ. ഇനി ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ അത് ചെയ്തു. ഇറങ്ങുക. തരിച്ചു നിൽക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ നോക്കി. എന്നോട് സ്നേഹത്തോടൊരു വാക്കെങ്കിലും സംസാരിക്കുന്ന കൊതിച്ചിരുന്നു. എല്ലാവർക്കും അവരവരുടെ ജീവിതാവലം തിരിച്ചറിയാതെ പോയ മണ്ടനാ ഞാൻ. തോറ്റുപോയവൻ. ഇനി ഈ പടി ഞാൻ ചവിട്ടില്ല. കണ്ടമിടറി പറഞ്ഞുകൊണ്ട് അവൻ പടിയിറങ്ങി. വീണ് കിടക്കുന്ന ബൈക്ക് നേരെയാക്കി അവൻ സ്റ്റാർട്ട് ചെയ്തു. വീടും നോക്കി. തൻ്റെ ചോരയും നീരുമാണിത്. മഹേഷ് ഏട്ടൻ പറഞ്ഞ പോലെ നന്ദിയില്ലാത്ത ഇവർക്ക് വേണ്ടി പണിത്. ഒരു നാൾ പോലും സമാധാനത്തോടെ ഇവിടെ ഉറങ്ങിയിട്ടില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. നീ തീരുമാനിച്ചോടാ? ഹരീഷ് സങ്കടത്തോടെ അവൻ നോക്കി. പോണം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലടാ. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും. മനസ്സിൻ്റെ സമനിലയാകെ തെറ്റിയിരിക്കുക. ഹോസ്പിറ്റലിന് മുമ്പുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് രണ്ടുപേരും. അവൻ തലതിരിച്ച് ഹോസ്പിറ്റലിന് നേരെ നോക്കി. അതിനുള്ളിൽ എവിടെയോ ശിവാനി ഉണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ രോഗികളെ പരിചരിക്കുന്ന മാലാഖ. ഓർമ്മകളുടെ കിനാവള്ളിക്കരങ്ങൾ ശ്വാസം മുട്ടിക്കുന്നു. സജു, ഒരിക്കൽ കൂടി അവളോട് നിനക്കൊന്ന് സംസാരിച്ചൂടെ? ഞാനും വരാം. വേണ്ടടാ. ഒരു പെണ്ണെല്ലാം സഹിക്കും, ക്ഷമിക്കും. പക്ഷേ അഭിമാനം വ്രണപ്പെട്ട അത് പൊറുക്കാൻ അവർക്ക് പറ്റില്ല. ആ കഴിവ് തന്നെയാണ് അവർ നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലാക്കുന്നത്. ഞാൻ കാരണം അവൾ അപമാനിക്കപ്പെട്ടു. ആ മുറിവ് അങ്ങനെയൊന്നും ഉണങ്ങില്ല. സജീവ് പുറകോട്ട് ചാരിയിരുന്നു. തലവേദന കൂടി വരികയാണ്. ശിവാനി കള്ളം പറഞ്ഞാണെന്നറിയാം. ആ കണ്ണുകളിലെ പ്രണയം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അത് അവൾ നിഷേധിച്ചെങ്കിൽ അത്രയധികം വേദനിച്ചുകൊണ്ടാണ്. സജീവിൻ്റെ ബൈക്ക് ഓടിച്ച് ഒരു പയ്യൻ അങ്ങോട്ട് വന്നു. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാം. പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ ഏട്ടാ? എടാ ചെറുക്ക, ഡോക്ടർമാർ പറയുന്ന ഡയലോഗ് ഇങ്ങോട്ട് ഇറക്കല്ലേ. നിനക്ക് വേണമെങ്കിൽ പൈസ എന്നിട്ട് എടുത്തോണ്ട് പോ. ഹരീഷ് ദേഷ്യപ്പെട്ടു. അല്ല ചേട്ടാ, പേപ്പേഴ്സൊക്കെ എല്ലാം എൻ്റെ പേരില്ല. ഇവൻ ഓടിക്കുന്നതന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ എനിക്ക് ശരിയാക്കി തരാം. അവൻ പോക്കറ്റിൽ പൈസ എടുത്ത് ഹരീഷിന് കൊടുത്തു. അവനത് എണ്ണി നോക്കി. എന്നാൽ നീ വിട്ടോടാ, ഞാൻ വിളിച്ചോളാം. പയ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഹരീഷ് സജീവിൻ്റെ അടുത്ത് നിന്നു. കാശ് അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് അവൻ്റെ പോക്കറ്റിലിട്ടു. ഇതെന്തിനാടാ? ഇരിക്കട്ടാ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ദൂരെ നിന്നും ബസ് വരുന്നുണ്ട്. സജീവ് എഴുന്നേറ്റു. പോട്ടെടാ. ഹരീഷ് അവനെ കെട്ടിപ്പിടിച്ചു. എവിടെ പോയാലും എന്നെ വിളിക്കണം. വിഷമിക്കരുതെന്ന് പറയാൻ കഴിയില്ല. എന്തെങ്കിലും എല്ലാം മറക്കാൻ നിനക്ക് കഴിയുമായിരിക്കും. ബസ്സിൽ കയറിയുന്ന അവൻ പുറത്തേക്ക് നോക്കി. നിറക്കണ്ണുകളോടെ നിൽക്കുന്ന ഹരീഷിന് പിന്നിൽ JS ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ശിവാനി ഓടി വരുന്നുണ്ട്. ഹൃദയത്തിലൊരു വിങ്ങൽ. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ബസ് മുന്നോട്ട് നീങ്ങി. ഫോൺ ശബ്ദം നിൽക്കാതെ മുഴങ്ങിയപ്പോൾ ആയാസപ്പെട്ട് സജീവ് കണ്ണുകൾ തുറന്നു. സജി, നീ അവിടുന്ന് വിട്ടോ? മഹേഷിന്റെ സ്വരം കേട്ടതും അവൻ മൊബൈൽ സ്ക്രീനിൽ നോക്കി. സമയം രാവിലെ 9 മണിയാവുന്നു. ഓർമ്മകളുമായുള്ള യുദ്ധം കഴിഞ്ഞ് തളർന്നുറങ്ങിയത് പുലർച്ചെയാണ്. ഇല്ല ഏട്ടാ, ഇറങ്ങാൻ പോവാ. എടാ, ബസ്സിന് 4-5 മണിക്കൂർ എടുക്കും. നീ ട്രെയിൻ കിട്ടുമോ നോക്ക്. എനിക്കിനി തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ പോകാമെന്ന് വയ്യ. ബസ്സിൽ തന്നെ വന്നോളാം. എവിടെ ഇറങ്ങണ്ടേ? നീ മധുര ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വിളിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. കുളിച്ച് വേഷം മാറി ബാഗും എടുത്ത് സജീവ് താഴേക്ക് ഇറങ്ങി. കൗണ്ടറിൽ ചെന്ന് എല്ലാം ക്ലിയറാക്കി പുറത്തിറങ്ങി. തമിഴ് മണ്ണിൻ്റെ ചൂട്. കലപില സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ. അടുത്ത് കണ്ട ചായക്കടയിൽ കയറി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. നേരെ സിംഗനല്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക്. അണേ, മധുരൈ ബസ് എங்கே കിടക്കും? അവിടെ നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിച്ചു വന്ന ഡ്രൈവറോട് സജീവ് ചോദിച്ചു. മധുരയാ? ദോ അന്ത ബസ്. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഒരു ബസ് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവനതിൽ കയറിയിരുന്നു. 15 മിനിറ്റോളം കഴിഞ്ഞാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടത്. ഫോണെടുത്ത് ഗാലറി തുറന്നു. നിറയെ ശിവാനിയാണ്. അവളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ വരെയുണ്ട്. ഒരു കുഞ്ഞുടുപ്പിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ചുമലിൽ പിടിച്ച് നിൽക്കുന്നു. 3-4 വയസ്സേ ഉണ്ടാവും. സജു, വേണ്ടടാ, അത് ഡിലീറ്റ് ചെയ്യും. എല്ലാം അയക്കുന്ന കൂടുതൽ അതും പെട്ടുപോയതാ. അവൾ കെഞ്ചി. ഒരിക്കൽ പാർക്കിലെ വള്ളിക്കുണ്ട് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അതിനെന്താ, നല്ല ഭംഗിയുണ്ടല്ലോ. വേറെ എന്ത് ഡിലീറ്റ് ചെയ്താലും ഇത് ഞാൻ സൂക്ഷിക്കും. എനിക്ക് എന്തൊരു ചമ്മൽ. എന്തിന്? എനിക്കല്ല അയച്ച്. ചമ്മണ്ട. നിന്റെ കുട്ടിക്കാലത്ത് ഫോട്ടോ ഒന്നുമില്ല സജു? ഒന്നുണ്ടായിരുന്നു. അമ്മാവൻ്റെ മഹേഷേട്ടനെയും കൂടെയുള്ളത്. ചീതലരിച്ചു പോയി. അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അവളൊരു നിമിഷം നിശബ്ദമായി. പിന്നെ അവനോട് ചോദിച്ചു, സജു, നമുക്കൊരു വെച്ചൊരു ഫോട്ടോ എടുക്കാം. അത് വേണോടി. എൻ്റെ ഈ മോന്ത ഫോട്ടോയിൽ നേരിട്ട് കാണുന്നതിനേക്കാൾ വൃത്തികേടായിരിക്കും. ചെറുക്ക ചുമ്മാ ജാടെടുക്കാതെ വാ. അവിടെ ബെഞ്ചിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൗമാരിക്കാരികളെ അവൾ വിളിച്ച്.
മോളെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? അതിലൊരു കുട്ടി മുന്നോട്ട് വന്ന് ഫോൺ വാങ്ങി 3-4 ഫോട്ടോ എടുത്ത് ഫോൺ തിരികെ തന്നു. എൻ്റെ തോളത്ത് കൈയിട്ട് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ശിവാനി. ഹൃദയത്തിൽ ആരോ ചൂണ്ട കൊളുത്തി വലിക്കുന്ന വേദന അവൻ അനുഭവപ്പെട്ടു. ബസ് ഇറങ്ങിയപ്പോൾ പുറത്ത് വേവലാതിയോടെ മഹേഷ് നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും ഓടി വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. ഏട്ടൻ കുറേറായി ഇവിടെ? കാറിൽ കയറുമ്പോൾ സജീവ് ചോദിച്ചു. ആ കുറച്ചേരായി, നമുക്കാദ്യം വല്ലതും കഴിക്കാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അവൻ തലയാട്ടി. ഹൈവേയിലൂടെ 10 മിനിറ്റ് പോയപ്പോൾ ആദ്യം കണ്ട ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ കാറ് നിന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മഹേഷ് സജീവിനെ നോക്കി. എന്തോ ആലോചിച്ച് പ്ലേറ്റിൽ ചിത്രം വരയ്ക്കുകയാണ്. സജു, അവൻ തല ഉയർത്തി നോക്കി. കലങ്ങിയ കണ്ണുകളും അവശതയാർന്ന മുഖവും കണ്ടപ്പോൾ മഹേഷിന് സങ്കടം സഹിച്ചില്ല. തൻ്റെ കയ്യും പിടിച്ച് പാടുവരമ്പത്തൂടെ കൊച്ചു കൊച്ചു സംശയങ്ങളുമായി നടക്കുന്ന കുഞ്ഞിന് ഓർമ്മ വന്നു. ആർക്കും വേണ്ടാതായി പോയ ഒരുവൻ. മോനെ, നീ ഞാൻ പറയുന്ന അനുസരിക്കോ? അവൻ തലയാട്ടി. കഴിഞ്ഞത് കഴിഞ്ഞു, അത് തന്നെ ആലോചിച്ച് വിഷമിക്കരുത്. ഇത് പുതിയൊരു ജീവിതമാണ്. എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്, അതിന് നിന്റെ സഹായം വേണം. നമുക്കെന്തെങ്കിലും മറക്കണമെങ്കിൽ എളുപ്പ വഴി മനസ്സിനെ വേറെന്തിലെങ്കിലും കേന്ദ്രീകരിക്കുക എന്നാണ്. സജീവൊന്നും മിണ്ടിയില്ല. അവളെ മറക്കാൻ എളുപ്പമല്ലെന്നറിയാം, പക്ഷെ മറന്നേ തീരും. ശിവാനി ഇനി നിന്റെ ജീവിതത്തിലില്ല, അതാണ് യാഥാർത്ഥ്യം. അത് നീ ഉൾക്കൊള്ളണം. പറഞ്ഞു നിർത്തി മഹേഷ് എഴുന്നേറ്റു. കൂടെ അവനും. മധുരയിൽ നിന്ന് 40 മിനിറ്റോളം കാറ് സഞ്ചരിച്ചു. മഹേഷ് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. സജീവ് വെറുതെ മൂളിക്കേട്ടുകൊണ്ട് പുറത്തെ വരേണ്ട കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ദാ നമ്മൾ ഏകദേശം എത്തി. ഇതാണ് തിരുമംഗലം. ആ കാണുന്ന തേവർശില. ഇടത്തോട്ടുള്ള റോഡിലേക്ക് കാറ് കയറ്റിക്കൊണ്ട് മഹേഷ് വിവരിച്ചു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ റെയിൽവേ ഗേറ്റ് കണ്ടു. അവിടുന്ന് വലത്തോട്ട് പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചു. പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന വീടുകൾ, അവക്കിടയിലൂടെ ചെറിയ റോഡുകൾ. നീല പെയിന്റ് അടിച്ച ബോർഡിൽ തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്ന സജീവ് വായിച്ചു. മുത്താലമ്മൻ കോവിൽ സ്ട്രീറ്റ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് മാത്രം വീടുകൾ, ഇടതുവശത്ത് വിശാലമായ പാടം, അതിന് നടുവിൽ ഒരു ചെറിയ ക്ഷേത്രം. ഒരു മരത്തിൻ്റെ കീഴെ വണ്ടി നിർത്തിയിട്ട് മഹേഷ് പറഞ്ഞു, ഇറങ്ങി എത്തി. അവനിറങ്ങി. നീലയും വെള്ളയും പെയിന്റ് അടിച്ച 2 വീടുകൾ. കാറിൻ്റെ ശബ്ദം കേട്ടിട്ടാവണം ഒരു യുവതി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഐശ്വര്യമുള്ള മുഖം. സജീവനെ കണ്ടതും ആ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. സജു, ഇത് മിത്ര. മഹേഷ് പരിചയപ്പെടുത്തി. അറിയാം, നേരിട്ടല്ലെങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. തൊട്ടടുത്ത വീട്ടിൽ താമസക്കാരിയോടുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ച് മഹേഷ് പറഞ്ഞിട്ടുണ്ട്. തിരുമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് മിത്ര. അച്ഛൻ റെയിൽവേയിലായിരുന്നു, റിട്ടയറായി. അനിയത്തി താമര 10ൽ പഠിക്കുന്നു. മിത്രയുടെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാത്ത പരാതി മാത്രമേ ഉള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് മഹേഷ് ആ വീട് വാങ്ങിയത്. 2 വീടുകളും തമ്മിൽ ഏതാനും മീറ്റർ ദൂരമേ ഉള്ളൂ. മിത്ര കാറിനടുത്തേക്ക് വന്നു. സജു, എന്നെ തെരിയുമാ? ആമാ, അണ്ണവങ്ങളെ പറ്റി എപ്പോഴും സൊല്ലു. നീ തമിഴ് പറഞ്ഞ് കഷ്ടപ്പെടണ്ട, അവൾക്ക് മലയാളം അറിയാം. സംസാരിക്കുമ്പോൾ തെറ്റുന്നേ ഉള്ളൂ. മഹേഷ് ചിരിച്ചു. മിത്ര സജീവിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി വീട്ടിലേക്ക് നടന്നു. 3 മുറികളും അടുക്കളയുമുള്ള മനോഹരമായ വീട്. സീക്രം ഫ്രഷായി വാ, സാപ്പിടலாம், മിത്ര പറഞ്ഞു. ഈ ഏടത്തിയമ്മ എന്നതിന് എന്താ തമിഴ് പറയാ? മിത്രയുടെ പുറകിൽ നിൽക്കുന്ന മഹേഷിനോട് സജീവ് ചോദിച്ചു. അണ്ണി എന്ന് പറയും. എന്തേ? സജീവ് തൊണ്ടെന്ന് ശരിയാക്കി മിത്രയെ നോക്കി. ഓക്കെ അണ്ണി, ഇപ്പോൾ പറയാം. മിത്ര പൊട്ടിച്ചിരിച്ചു. അക്ഷരാർത്ഥത്തിൽ അതൊരു പുതിയ ജീവിതമായിരുന്നു. രാവിലെ മഹേഷിൻ്റെ കൂടെ ട്രാവൽസിലേക്ക് പോകും. മധുര സെൻട്രൽ, ആറപ്പാളയം, എയർപോർട്ട് റോഡ്, 3 ട്രാവൽസിൻ്റെ ഓഫീസുകളുണ്ട്. അവിടെ ബിസിയാവും. സന്ധ്യയ്ക്ക് തിരിച്ചു വന്ന് മിത്രയുടെ വീട്ടുമുറ്റത്തേക്ക്. എല്ലാവരും വട്ടമിട്ടിരുന്ന് സംസാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കും, പാട്ടുകൾ പാടും. സജീവിനെല്ലാം പുതിയതാണ്. കുടുംബം മുഴുവൻ ഒന്നിച്ചിരുന്ന് സന്തോഷം പങ്കിടുന്നൊന്നും അവൻ്റെ ജീവിതത്തിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള എല്ലാവർക്കും അവൻ്റെ കഥകൾ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും തനിച്ചാക്കരുതെന്ന വാശി അവർക്കുണ്ട്. ഏകാന്തമായ നിമിഷങ്ങളിലാണല്ലോ ചിന്തകൾ കാട് കയറുന്നു. അനിയനോടുള്ള സ്നേഹവുമായി മിത്രയും, ചേട്ടനോടുള്ള സ്നേഹവുമായി താമരയും, മകനോടുള്ള സ്നേഹവുമായി അവരുടെ അച്ഛനും അമ്മയും സജീവനെ വീർപ്പുമുട്ടിച്ചു. താൻ പതിയെ മാറുകയാണെന്ന് അവൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. എന്നോ നഷ്ടപ്പെട്ടു പോയ ഹൃദയം തുറന്ന് ചിരിക്കാനുള്ള കഴിവ് വീണ്ടെടുത്തിരിക്കുന്നു. ശരവണ ഹോസ്പിറ്റലിൽ തലവേദനയുടെ ട്രീറ്റ്മെൻറ്റ് പുനരാരംഭിച്ചു. എടാ, ഞാനത് പറഞ്ഞില്ലേ എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന്? ഒരു ദിവസം മഹേഷ് പറഞ്ഞു. വീടിൻ്റെ ടെറസിൽ നിൽക്കായിരുന്നു അവർ. ഒരു ടാക്സി സർവീസ് തുടങ്ങണം. എന്നതിൻ്റെ അഭിപ്രായം? നല്ലതല്ലേ, പക്ഷേ കാശ് ഒരുപാട് വേണ്ടി വരും. അത്യാവശ്യം വണ്ടി നമ്മൾ വാങ്ങും. പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില ടാക്സികളുമായിട്ടൊരു ഡീല്. അതായത് നമ്മുടെ വണ്ടികൾ ബിസിയായാൽ അവർ നമുക്ക് വേണ്ടി ഓടും. നമ്മുടെ കമ്മീഷൻ കഴിച്ചുള്ള കാശ് അവർക്ക് കൊടുക്കും. ഞാനിപ്പോൾ ട്രാവൽസിൽ ലോങ് ട്രിപ്പ് ബസ്സുകൾക്ക് ചെയ്യുന്ന അതേ ബിസിനസ്. അത് നല്ലൊരു ഐഡിയ. പക്ഷേ നീ മുന്നിൽ നിൽക്കണം. ഞാനോ? എപ്പോൾ പൊട്ടിന്ന് ചോദിച്ചാൽ മതി. ആദ്യം നിൻ്റെ ഈ കോപ്പിൽ അപരിഷതാബോധം എടുത്ത് ആറ്റിക്കള.
എടാ ഒരിക്കലും എഴുന്നേക്കാൻ കഴിയില്ലെന്ന് നീ വിചാരിച്ചാൽ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യനായ സ്വല്പം സെൽഫ് റെസ്പെക്റ്റ് വേണം. മഹേഷ് ദേഷ്യപ്പെട്ടു. അതല്ലേ ഏട്ടാ, ഇത്രയും പൈസ ഇറക്കുന്നല്ലേ, പരാജയപ്പെട്ട എന്നാലെന്താ, നമ്മൾ അടുത്ത പരിപാടി നോക്കും. കാശ് പിന്നെ ഉണ്ടാക്കാം. നീ തനിച്ചല്ല, പാർട്ട്ണർമാരുണ്ട്. അതാരാ? മിത്ര. ടെക്നിക്കലായ ഉപദേശങ്ങളെല്ലാം അവള് തന്നുള്ളൂ. കാശ് ഇറക്കും, ബാക്കി പൈസ ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തേ? സജീവ ആലോചനയിൽ മുഴുകി. ഇത്രയ്ക്ക് തലവെക്കാനൊന്നുമില്ല, നമ്മൾ തുടങ്ങുന്നു. പിറ്റേ ദിവസം തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ മിത്രയുടെ വീട്ടുമുറ്റത്തായിരുന്ന ആസൂത്രണം. ജീവിതാനുഭവങ്ങളേറെയുള്ള മിത്രയുടെ അച്ഛനും അവരുടെ സ്കൂളിലെ ചില സുഹൃത്തുക്കളും ചർച്ചകളിൽ സജീവ സാന്നിധ്യമായി. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് വിക്ടർ ആവശ്യമായ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തുതരാമെന്ന് ഏറ്റു. മഹേഷിന്റെ കൂട്ടുകാരും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 8 മാസത്തെ പരിശ്രമത്തിന് ശേഷം മധുര മീനാക്ഷി ടെമ്പിളിനടുത്ത് സൗത്ത് ചിത്രൈ സ്ട്രീറ്റിൽ ഡയൽമി ക്യാബ് സർവീസ് ആരംഭിച്ചു. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിക്കാനുണ്ടായിരുന്നു. തമിഴ്നാട് മുഴുവൻ പടർന്ന് പന്തലിച്ച നിരവധി ടാക്സി സർവീസുകൾക്കിടയിൽ അവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. മഹേഷിന്റെയും മിത്രയുടെയും അവരുടെ അച്ഛൻ്റെയും പൈസ കൂടാതെ ബാങ്ക് ലോണും ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം നഷ്ടം മാത്രം. സജീവ് തളർന്നു. തനിക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നവനെ സഹിച്ചില്ല. മതിയാക്കാമെന്ന് പലതവണ ചിന്തിച്ചു. പക്ഷേ മഹേഷും മിത്രയും വിട്ടില്ല. എല്ലാ ബിസിനസ്സും ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങുന്നത്. ഞങ്ങളുടെ നഷ്ടത്തെപ്പറ്റി നീ ചിന്തിക്കേണ്ട. ഇനി കടം കയറി വീടും ട്രാവൽസും വിൽക്കേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്മാറില്ല. എന്തായാലും പട്ടിണി എടുക്കേണ്ടി വരില്ല. എനിക്കും നിനക്കും വണ്ടി ഓടിക്കാൻ അറിയാം. ഇവൾ ടീച്ചറും, വാടക വീടും കിട്ടും. പിന്നെന്താ പ്രശ്നം? മഹേഷും മിത്രയെ ചേർത്ത് പിടിച്ച്. സജു, കവലപ്പെടാമേ, കൊഞ്ചം വെയിറ്റ് പണ്ണു, എല്ലാം നല്ലപടിയാ നടക്കും. മിത്രയും ആത്മവിശ്വാസം പകർന്നു. വീണ്ടും 1 വർഷം കടന്നുപോയി. നഷ്ടങ്ങളിൽ നിന്ന് പതിയെ കരകയറി തുടങ്ങി. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ. അവരുടെ സഹായത്തോടെ സജീവ് പിടിച്ചു കയറി. പതിയെ പതിയെ മധുരൈ ജില്ല വിട്ട് പുറത്തേക്കും ടാക്സി സർവീസ് വ്യാപിച്ചു. ജീവിതം മറ്റൊരു ദിശയിലേക്ക് വഴിമാറി ഒഴുകുന്നു. മഹേഷ് ഇടയ്ക്ക് പലപ്പോഴും നാട്ടിൽ പോയി വന്നു. ഒരിക്കൽ വന്നപ്പോൾ കയ്യിൽ കുറേ കാശുണ്ടായിരുന്നു. എടാ, റോഡരികളുടെ സ്ഥലം വിറ്റു. ഇനി വീട് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. എപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കാമല്ലോ. ഇപ്പം എന്തിനാ അത് വിറ്റത്? ഒരു സർജറി ചെയ്താൽ ഇടയ്ക്കിടയുള്ള നിന്റെ തലവേദന മാറുന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അതിനും പിന്നെ ഈ വീടൊന്ന് പുതുക്കി പണിയാനും. വീടിൻ്റെ കാര്യമൊക്കെ, പക്ഷെ എൻ്റെ കാര്യം വിട്ടേക്ക്. അതെന്താടാ, ഞാൻ പുറത്തുനിന്നുള്ളവനാണ്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യണ്ടേ? അതല്ല ഏട്ടാ, ഏടത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയാലോ എനിക്ക് വേണ്ടി എല്ലാം നശിപ്പിക്കുന്നു എന്ന്. എടപ്പോട്ട, ഇത്രയും കാലമായിട്ട് നിനക്കവളോ മനസ്സിലായില്ലേ? നിന്റെ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞ്. ഇനി നിനക്ക് വേറെ സർപ്രൈസ് തരാം. മഹേഷ് തൻ്റെ കയ്യിലിരുന്ന ഫയൽ അവന് നേരം നീട്ടി. എന്താ ഇത്? നമ്മുടെ വീടിൻ്റെ ആധാരം. റോഡരികിലെ സ്ഥലം എൻ്റെ പേരിലും വീട് നിന്റെ പേരിലും അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. നിന്നോട് ഞാൻ പറയാതിരുന്ന നിന്റെ അച്ഛനും അമ്മയും കരഞ്ഞാണിച്ചാ നീ അതും വിറ്റ് അവർക്ക് കാശ് കൊടുക്കും. സജീവ് ഞെട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മാവൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. സ്വന്തം മകൻ അനുഭവിക്കേണ്ട സ്വത്ത് അനിയത്തിയുടെ മകൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ട ഏട്ടാ, അത് ഏട്ടൻ്റെ വീടാ. അപ്പോൾ നീ എൻ്റെ ആരാടാ? എന്നെ അന്യനായിട്ടാണ് നീ കാണുന്നെങ്കിൽ നീ ഇത് വാങ്ങണ്ട. പക്ഷെ ഒന്നോർത്തോ, അച്ഛൻ എന്നെയും നിന്നെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേദനിക്കും. മഹേഷിൻ്റെ ശബ്ദമിളറി. അവൻ സജീവിൻ്റെ അടുത്ത് വന്ന് അവനെ നെഞ്ചോട് ചേർത്തു. ഞാൻ നീയെന്ന് തരംതിരിക്കില്ലടാ. നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. ആ നെഞ്ചിൽ തലവെച്ച് സജീവ് കരഞ്ഞു. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് മിത്രയായിരുന്നു അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഒരമ്മയെപ്പോലെ അവൾ അവനെ പരിചരിച്ചു. ഒരു കാലത്ത് ഒത്തിരി കൊതിച്ചിട്ടും കിട്ടാതെ പോയ സ്നേഹവാത്സല്യങ്ങളെല്ലാവരും അവന് വാരിക്കോരി കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മിത്രയും അവിടെ അച്ഛന് കൂടെ ചെല്ലും. 2 മാസത്തോളം റെസ്റ്റും കഴിഞ്ഞ് അവൻ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. കടബാധ്യതകൾ ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. ചെറിയ രീതിയിൽ സമ്പാദ്യവും തുടങ്ങി. അവൻ ആ നാട് സമ്മാനിച്ച വേറൊരു സൗഹൃദമാണ് അരുൺ. ഡ്രൈവറാണ്. അവനെ കാണുമ്പോൾ ഹരീഷിന് ഓർമ്മ വരും. അതേ കുസൃതി നിറഞ്ഞ സംസാരം, വഴിയെ പോകുന്ന വയ്യാവലി എല്ലായിടത്തും തലയിൽ വെക്കുന്ന സ്വഭാവം. പക്ഷേ സജീവിനു വേണ്ടി എന്തും ചെയ്യും. സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകൾ. മധുരയുടെ മണ്ണിൽ ഇത് 7ാം വർഷം. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു. മഹേഷിൻ്റെയും മിത്രയുടെയും വിവാഹം കഴിഞ്ഞതും അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അവന് തോന്നി. അവരുടെ സ്വകാര്യതയ്ക്ക് തടസ്സമാവേണ്ടെന്ന് കരുതി വീട് മാറാൻ ശ്രമിച്ച സജീവിനെ മിത്ര ഒരു ദിവസം മുഴുവൻ വഴക്ക് പറഞ്ഞു. ആ സ്നേഹത്തിന് മുമ്പിൽ തോൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. അവരുടെ മകൻ ജനനി ഉറങ്ങുന്നത് സജീവിനെ കെട്ടിപ്പിടിച്ചാണ്. 18 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മധുര മീനാക്ഷിയുടെ കുംഭാഭിഷേകം. നഗരത്തിൽ വൻ ജനാവലിയാണ്. ഡ്രസ്സ് എടുക്കാൻ വന്നാണ് സജീവും കുടുംബവും. മാലിക് രാജ ടെക്സ്റ്റൈൽസിൽ നിന്നും പർച്ചേസിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതേയുള്ളൂ. സജീവിൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി ജനനി ഐസ്ക്രീം വേണമെന്ന് വാശി പിടിച്ചു. അടുത്തെവിടെയാണ് കൂൾ ബാർ ഉള്ളതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. പെട്ടെന്ന് റോഡിൻ്റെ അപ്പുറത്തുള്ള വിഷൻ ഒപ്റ്റിക്കൽസിൽ നിന്നിറങ്ങുന്ന രൂപത്തിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു.
മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. ഒരു തരിപ്പ് ശരീരത്തിലൂടെ അരിച്ചു കയറി. ശിവാനി. ചുണ്ടുകൾക്കിടയിലൂടെ ശബ്ദം ഞെരങ്ങിയിറങ്ങി. എന്താടാ? അവൻ്റെ ഭാവമാറ്റം കണ്ട് അമ്പരുന്ന മഹേഷ് ചോദിച്ചു. എടാ ശിവാനി എവിടെ? അവൻ റോഡിൻ്റെ അപ്പുറത്തേക്ക് അയച്ചു കൊണ്ടുമ്പോഴേക്കും ഒരു ബസ് വന്ന് അവരുടെ മുമ്പിൽ നിന്നു. ജനനിയെ മിത്രയുടെ കയ്യിലേൽപ്പിച്ച് മഹേഷ് സജീവനെയും കൂട്ടി റോഡ് മുറിച്ചു കടന്നു. കടുത്ത ട്രാഫിക്കിനിടയിലൂടെ അപ്പുറത്ത് എത്തുന്ന ശ്രമകരമായിരുന്നു. പിടയുന്ന നെഞ്ചുമായി അവൻ അപ്പുറത്ത് എത്തുമ്പോഴേക്കും ശിവാനി ആൾക്കൂട്ടത്തിൽ എവിടെയോ അലിഞ്ഞ് ചേർന്നിരുന്നു. നിനക്ക് തോന്നിയതായിരിക്കടാ, ഇവിടെ അവളെങ്ങനെ വരാനാ? മഹേഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ടൗണിൽ കുറെ തിരഞ്ഞെങ്കിലും ശിവാനി കണ്ടെത്താൻ കഴിയാതെ അവർ വീട്ടിലെത്തിയിരുന്നു. സജീവ് ഹാളിലെ സെറ്റിൽ തളർന്നിരിക്കുകയാണ്. മിത്ര അവൻ്റെ അടുത്തിരുന്ന് മുടിയിലൂടെ വിരലോടിച്ചു. അവൾ ഏത് ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടാലും എനിക്ക് തിരിച്ചറിയാട്ടോ. കരയുന്ന പോലെ അവൻ പറഞ്ഞു. അത് സത്യമാണെന്ന് മഹേഷിനും അറിയാം. വെറുമൊരു സ്നേഹബന്ധമല്ല സജീവൻ അവളോടുണ്ടായിരുന്നത്. അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകിയത് ശിവാനിയാണ്. അവളുടെ വരവോടെയാണ് അവൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. നമുക്ക് നോക്കാടാ, നീ ടെൻഷൻ അടിക്കണ്ട. ഈ മധുരയിൽ എവിടെയുണ്ടായാലും മീനാക്ഷി അമ്മൻ അവളെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും, മഹേഷ് പറഞ്ഞു. വീടിനുമ്പിൽ ബൈക്ക് നിർത്തി അരുൾ അകത്തേക്ക് വന്നു. മച്ചാ, അന്ത പൊണ്ണു താനാ? അവൻ ചോദിച്ചു. കാറിൽ വരുമ്പോൾ മിത്ര അരുളിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ആമ അവളേതാ. മിത്രയാണ് സംസാരിച്ച്. സജീവിൻ്റെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ അരുളിന് സങ്കടം വന്നു. ഡേയ് റിലാക്സ്ഡാ, എങ്ക പോന്നാലും അവളെ കണ്ടുപിടിപ്പേൻ, അവൻ വാക്കുകൊടുത്തു. അക്ക എന്താ ഷോപ്പ്? അരുൾ മിത്രയെ നോക്കി. വിഷൻ ഓപ്റ്റിക്കൽസ്, SP ബാങ്ക് പക്കം. അവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് സജീവിൻ്റെ അടുത്തിരുന്നു. ഡേയ് ഓനക്ക് അവളെ പാക്കണമാ. അവൻ ഞെട്ടലോട് അരുളിനെ നോക്കി. വിജയഭാഗത്തിൽ നിന്ന് ചിരിച്ച ശേഷം അരുൾ കാര്യം വിവരിച്ചു. അവൻ്റെ കൂട്ടുകാർ ആഷിക്കിന് അറിയാവുന്ന ഷോപ്പാണത്. മലയാളികൾ, കോഴിക്കോട്ടുകാർ. അവിടെ അന്വേഷിച്ചിരുന്നതിന് തുമ്പിട്ടാതിരിക്കില്ല. സജീവ് എഴുന്നേൽക്കാൻ തുടങ്ങവേ മഹേഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു. സജു, ഒരു മിനിറ്റ്. അവൻ ചോദ്യഭാഗത്തിൽ ഏട്ടിനെ നോക്കി. നമുക്കവളെ കണ്ടുപിടിക്കാം. അതിനുമുമ്പൊരു ചോദ്യം. അവളെ കണ്ടിട്ട് എന്തിനാ? അതിന് ഉത്തരം തന്നിട്ട് നമുക്ക് പോവാം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ല. അവൾക്ക് നിന്നോട് സൗഹൃദമല്ലാതെ മറ്റൊരു ബന്ധുവിലും തുറന്നു പറഞ്ഞല്ലേ? അവളുടെ മുമ്പിൽ വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന് നീയും പറഞ്ഞതാ. പിന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി? ഒരാവേശത്തിൽ അവളെ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഒന്നാലോചിക്കുമ്പോൾ നീ കാണാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. കണ്ട ഒരിക്കലുണങ്ങിയ മുറിവുകളിൽ നിന്ന് വീണ്ടും രക്തമൊഴുകും. അതിന് ഞാൻ അവളെ മറന്നിട്ടില്ലായിരുന്നു ഏട്ടാ. മഹേഷ് ഞെട്ടിലോടെ അവനെ നോക്കി. തളർന്ന മിഴികളിൽ നീരുറവ് പൊട്ടുന്നു. മോനെ, നീ ഇപ്പോഴും? അവിശ്വസനീയതയോടെ മഹേഷ് ചോദിച്ചു. അതെ, ഓരോ സെക്കൻഡും ഞാൻ അവളെ ഓർക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യാറുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാം മറന്നെന്ന് അഭിനയിക്കുകയായിരുന്നു. പക്ഷേ രാത്രി ഒന്ന് കണ്ണടച്ചാൽ അവളുടെ മുഖം തെളിയും. ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങൾ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടാ. ഒരുപാട് അനുഭവിച്ച പാവം പെണ്ണാ അത്. ഞാൻ കാരണം പിന്നെയും നാണക്കേട്ടപ്പോൾ സഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ? ഒരു തവണ പോലും നിന്നെ വിളിക്കുകയോ മെസ്സേജ് ആക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. നീ സ്നേഹിക്കും പോലെ അവൾക്ക് നിന്നോടുണ്ടാവില്ല. എനിക്കറിയുന്ന പോലെ ഏട്ടനെ അവൾ അറിയില്ലല്ലോ. ആയിക്കോട്ടെ, അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? സജീവ ഏട്ടനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാലും സാരമില്ല, എനിക്കൊന്ന് കാണണം. ആ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കണം. അത് മതി. മരണം വരെ അവളെ പ്രണയിക്കാൻ എൻ്റെ സ്വന്തമാവണമെന്നില്ലല്ലോ. അതോടെ മഹേഷ് നിശബ്ദനായി. കുറച്ചു നേരം ആലോചിച്ച ശേഷം എഴുന്നേറ്റ് കാറിൻ്റെ കീ എടുത്തു. സൗത്ത് മധുര, പിള്ളയാർ തെരു സ്ട്രീറ്റ്, 3-ാം നമ്പർ വീട്. അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു ശിവാനി. ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് അവൾ റൂമിലേക്ക് കയറി. മേശപ്പുറന്ന് 2 ടാബ്ലറ്റ്സ് എടുത്ത് കട്ടിലിരുന്നു. മോളെ, ഈ മരുന്ന് കഴിക്ക്. കട്ടിൽ കിടന്നിരുന്ന പെൺകുട്ടി കണ്ണുകൾ തുടച്ചു. കുറച്ച് കഴിയട്ടെ ചേച്ചി. അത് പറ്റില്ല, ചേച്ചിക്ക് ജോലിക്ക് പോകാൻ സമയമായി, വേഗം കഴിക്ക്. അവൾ ആ പെൺകുട്ടിയെ കുറച്ച് ഉയർത്തി. എന്നിട്ട് മരുന്ന് കഴിപ്പിച്ചു. വീണ്ടും കിടത്തി. തിരിയാൻ തുനിയവേ അവൾ ശിവാനിയുടെ കയ്യിൽ പിടിച്ചു. എന്താടി? ഒരിക്കൽ പോലും ചേച്ചി എന്നെ വെറുത്തിട്ടില്ലേ? ശിവാനി വീണ്ടും അവിടെ അടുത്തിരുന്നു. എന്നിട്ട് കവളിൽ ഉമ്മ വെച്ചു. വെറുക്കാനോ? നീ എൻ്റെ മോള് തന്നെയല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവം നിന്നെ എനിക്ക് തിരിച്ചു തന്നല്ലേ. എന്നെ എന്തിനാ ചേച്ചിക്ക്? ശവം പോലെ കിടക്കുന്ന ഒരു പെണ്ണ്, അതൊരിക്കലും ചേച്ചിയുടെ ജീവൻ തകർത്തിട്ട് പോയവൾ. കൊച്ചേ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു അതൊന്നും സംസാരിക്കേണ്ടെന്ന്? അതല്ലേ ചേച്ചി. ശിവാനി അവളുടെ വായ കുത്തി. എനിക്ക് ഈ ലോകത്തിൽ നീ മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മേശപ്പുറത്തിരുന്ന കണ്ണട എടുത്ത് അവൾക്ക് വെച്ചു കൊടുത്തു. ഒരു പുസ്തകം അടുത്ത് വെച്ച്. നീ ഇത് വായിച്ചിരിക്കുമ്പോഴേക്കും ചേച്ചി തിരിച്ചു വരാം. അവൾ പുറത്തിറങ്ങി. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴേക്കും കഥയിലാരെ തട്ടുന്ന കേട്ട്. ചേച്ചി, ആരോ വന്നിട്ടുണ്ട്, ഗായത്രി വിളിച്ചു പറഞ്ഞു.
ആ അതാ തസ്ലീമയായിരിക്കും. അടുത്ത വീട്ടിലെ കുട്ടിയാണ്. ശിവാനി പോയി വരുന്നവരെ ഗായത്രിയുടെ അടുത്തേക്കാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അവൾ വാതിൽ തുറന്നു. ശ്വാസം നിലച്ചുപോയി. മുന്നിൽ സജീവ്. അവളുടെ മുഖം വിളറി വെളുത്തു. കാലുകളിലൂടെ വിറയിൽ അരിച്ചു കയറുന്നു. അനങ്ങാൻ പറ്റുന്നില്ല. അവൻ അവിടെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരാൾ വീട്ടിൽ വന്നാലേ കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ കാണിക്കാം. ശിവാനി അവൻ്റെ പിന്നിലേക്ക് നോക്കി. മഹേഷും മിത്രയാരും അവിടെ നിൽക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് വഴിമാറിക്കൊടുത്തു. എല്ലാവരും അകത്ത് കയറി. ഇരിക്കാനൊക്കെ സൗകര്യം കുറവാ, അവൾ പറഞ്ഞൊപ്പിച്ചു. ആയിക്കോട്ടെ, പരിചയപ്പെടുത്താം. ഞാൻ മഹേഷ്. ഇതെൻ്റെ അനിയൻ സജീവ്. അതിൻ്റെ ഭാര്യ മിത്ര. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് അരുൺ. എൻ്റെ അനിയന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ടൗണിൽ വെച്ച് കണ്ടു. 2 ദിവസമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഇന്ന് രാവിലെയാണ് അരുണിന് ഡീറ്റെയിൽസ് കിട്ടിയത്. പരിക്കൻ സ്വരത്തിൽ മഹേഷ് പറഞ്ഞു. മിത്ര ശാസിച്ചു. മഹി സ്റ്റോപ്പ്. ശിവാനിയൊന്നും മിണ്ടിയില്ല. ആരെ ചേച്ചി? അകത്തുനിന്നും ഗായത്രി വിളിച്ചു ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ശിവാനി പകച്ചിരുന്നു. ഗായത്രി ഞങ്ങളൊന്ന് കണ്ടോട്ടെ, മഹേഷ് ചോദിച്ചു. അവൾ ശരിക്കും ഞെട്ടി. ഇത്രയ്ക്ക് ഷോക്കൊന്നും വേണ്ട. അനിയത്തി വയ്യാതെ കിടക്കുകയാണെന്നും ഇയാളിവിടെ അടുത്തൊരു ഹോട്ടലിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് വന്ന്. എല്ലാവരും ഗായത്രി എടുക്കുന്ന റൂമിലേക്ക് കയറി. മോൾക്ക് ഞങ്ങൾ മനസ്സിലായോ? അവൾ എല്ലാവരെയും നോക്കി. കണ്ണുകൾ സജീവിൻ്റെ മുഖത്ത് പറഞ്ഞു. സജീവേട്ടനല്ലേ? അറിയാം. ചേച്ചിയുടെ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ചേച്ചി പറഞ്ഞിട്ടുമുണ്ട്. ഇത്തവണ അമ്പരുന്ന അവരാണ്. ശിവാനി തലകുനിച്ച് നിന്നതേയുള്ളൂ. എന്തെങ്കിലും ഏട്ടൻ വരുന്ന ചേച്ചി പറഞ്ഞിരുന്നു. ഞാൻ വിശ്വസിച്ചില്ല. സജീവ് അവളുടെ അടുത്തിരുന്നു. മഹേഷും മിത്രയും അരുണിനെയും വിളിച്ച് പുറത്തിറങ്ങി. ആ റൂമിൽ അവർ 3 പേര് മാത്രം. കുറേ സമയം മൗനം തളം കെട്ടി നിന്നു. ഒടുവിൽ ഗായത്രിയാണ് തുടങ്ങിയത്. ചേച്ചിയോട് ദേഷ്യമാണോ? ഹേയ്, എന്തിന്? ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് പറഞ്ഞിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ലേ? അതിന് കാരണക്കാരൻ ഞാൻ തന്നെ മോളെ. മോളുടെ ചേച്ചിയല്ല. പിന്നെ ചേച്ചിക്ക് അതിനോട് വെറുപ്പ്. അങ്ങനെ പറയില്ലേ. എൻ്റെ ചേച്ചിക്ക് ആരെയും വെറുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം വെറുക്കേണ്ട എന്നെയല്ലേ? സജീവൊന്നും മിണ്ടിയില്ല. ദിവസവും ചേട്ടനെ കുറിച്ചൊരു വാക്കെങ്കിലും പറയും. നിങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ച്. തമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം. എന്നിട്ട് ഒരിക്കൽ പോലും എന്നെ ഒന്ന് വിളിക്കണം അവൾക്ക് തോന്നിയില്ലല്ലോ. അത് ഞാൻ കാരണം. അത് ഓർക്കുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം. ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ചേച്ചി രക്ഷപ്പെട്ടേനെ. അവൾ വിതുമ്പി. ശിവാനി മുന്നോട്ട് വന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ പെണ്ണെ? വെറുതെ ഓരോന്നും പറയാതെ. സജീവ് അവളുടെ മുഖത്തേക്ക് നോക്കി. പണ്ടത്തെ ശിവാനിയല്ല. കുട്ടിത്തന്നിറഞ്ഞിരുന്ന ആ മുഖത്തിൽ നിന്ന് വല്ലാത്തൊരു പക്വത. കുറെ കൂടി മെലിഞ്ഞിട്ടുണ്ട്. പഴയ നിറമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ കണ്ണുകളുടെ തിളക്കം മാത്രം അതേപോലെ തന്നെ. ഒരിക്കൽ തൻ്റെ പ്രാണനായിരുന്നവളിതാ തൊട്ടടുത്ത്. ഒന്ന് വാരിപ്പുണരാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. മഹേഷ് എത്താൽ അകത്തേക്ക് നീട്ടി. എടാ, ഞങ്ങൾ ഇറങ്ങുക. അരുളിൻ്റെ ബൈക്ക് പുറത്തുണ്ട്. അവന് ശിവാനി, ഞങ്ങൾ ഇറങ്ങുക. കുറച്ച് ജോലി തീർക്കാനുണ്ട്. വീണ്ടും നമുക്ക് കാണാം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. ഗായത്രിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം മഹേഷ് പോയി. സജീവ് പൂമുഖത്തേക്ക് നടന്നു. പിന്നാലെ ശിവാനി. നിനക്കിനോടൊന്നും ചോദിക്കാനല്ലേ ശിവ? എന്ത് ചോദിക്കാൻ? നീ മധുരയിലുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഹരീഷ് പറഞ്ഞു. നീ ടാക്സി സർവീസ് തുടങ്ങിയത് പറഞ്ഞു. തെണ്ടി. അവനൊരു അക്ഷരനോട് മിണ്ടിയില്ല. ഒരു നിമിഷത്തേക്ക് അവൻ പഴയ സജീവായി. ശിവാനിയും ചിരിച്ചു. ഇത്രയും അടുത്തുണ്ടായിട്ടും ഒന്ന് കാണാൻ തോന്നിയില്ലേ? തോന്നിയിരുന്നു പലതവണ. പക്ഷെ എന്നെ കണ്ട നീ പഴയതുപോലെ ദുർബലനാവും. ജയിക്കണമെന്ന വാശി പോവും. അതുകൊണ്ട് മനസ്സിനെ അടക്കി പിടിച്ചു. കുറച്ചേരം മിണ്ടാകുന്നതിന് ശേഷം അവൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? എത്തിപ്പെട്ടു. വിശ്വസിച്ച് ആരുടെ കൂടെയാണ് അവൾ പോയത്. അവൻ ഉപേക്ഷിച്ചു. ആർക്കും ഭാരാവരുന്ന് കരുതിയാവണം എൻ്റെ കുട്ടിയെ സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ടു. ശരീരത്തിൻ്റെ പാതി തളർന്നുപോയി. നോക്കാൻ ആരുള്ള കിടന്നപ്പോൾ ആശുപത്രിക്കാരാ നാട്ടിലെ അഡ്രസ്സ് തപ്പിടുത്തി വിവരം അറിയിച്ചു. അങ്ങനെ ഇവിടെ എത്തി. ആദ്യമൊക്കെ അച്ഛൻ സഹായിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് 3 വർഷമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്ന അവൻ കണ്ടു. പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടായിരുന്നു. സഹായത്തിന് ആരുമില്ല. മുബീനയുടെ വാപ്പയുടെ ഒരു കൂട്ടുകാരിവിടെ ഉണ്ട്. അദ്ദേഹം ഈ വാടക വീടും ജോലിയും സംഘടിപ്പിച്ചു തന്നു. അവളുടെ ചികിത്സക്കായി നാട്ടിലെ വീടൊക്കെ വിറ്റു. ഒരു കണക്കിന് നന്നായി. ഇവിടെ മനസ്സമാധാനമുണ്ട്. ഒറ്റയ്ക്ക് പൊരുത്തുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. തോന്നിയില്ല. ഏത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ്? അരവിന്ദ്. ഇപ്പോൾ കുറേ മാറ്റമുണ്ട്. കൈകളൊക്കെ പഴയതുപോലെ. അവളെ എഴുന്നേറ്റ് നടക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. കുറച്ച് കാശുണ്ടാക്കി ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകണം. അവൻ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങുക. ഗായത്രിയോട് പറഞ്ഞേക്ക്. അവളൊന്നും മിണ്ടിയില്ല. ബൈക്ക് പോയപ്പോൾ അവിടെ നെഞ്ചി വിങ്ങി. എന്നാലും സച്ചു, നീ എന്താ വേറൊന്നും പറയാതെ പോയത്? കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഇത്ര മാത്രമാണോ നിനക്ക് ചോദിക്കാനുണ്ടായിരുന്നത്? അവൾ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് കയറി. സജുവേട്ടൻ പോയോ? ഗായത്രി ചോദിച്ചു. അവളൊന്ന് മൂളി. എന്തു പറഞ്ഞു? ഒന്നുമില്ല. ആ മുഖത്തെ വേദന ഗായത്രിയിലും പടർന്നു. 2ാമത്തെ തവണയും താൻ കാരണം ചേച്ചിയുടെ ജീവിതം നശിച്ചു എന്നവൾക്ക് തോന്നി. ആ കുറ്റബോധം അവളുടെ കണ്ണുകളിലൂടെ ചുട്ടുപഴുത്ത് പുറത്തേക്ക് ഒലിച്ചിറങ്ങി.
രാവിലെ ഗായത്രിയെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കിടത്തിയതേ ഉള്ളൂ. പുറത്തേതോ വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ആരോ ഗേറ്റ് തുറക്കുന്നു. ഏതോ വണ്ടി മുറ്റത്തേക്ക് കയറുകയാണ്. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുറ്റത്തൊരു ആംബുലൻസ്. അതിന് പിന്നാലെ വന്ന കാർ ഗേറ്റിന് വെളിത്തള്ളി നിർത്തി. അതിൽ നിന്ന് മഹേഷും അരുളും ഇറങ്ങി. ഗൗരവഭാവം മാറ്റാതെ അവൻ അകത്തേക്ക് വന്നു. രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞോ? അവൾ കാര്യം മനസ്സിലാവാതെ തലയാട്ടി. എന്നാ പോവാം. എവിടേക്ക്? ശരവണ ഹോസ്പിറ്റൽ. അവിടെ നിന്ന് കാണിച്ചു നോക്കാം. ഗായത്രിയുടെ ഇതുപോലെ ഒരുപാട് കേസുകൾ അവിടെ ശരിയായിട്ടുണ്ട്. ഏയ് അതൊന്നും വേണ്ട. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ. മഹേഷിന്റെ ശബ്ദം ഉയർന്നു. ഇത്രയും അടുത്തുണ്ടായിട്ട് ഒറ്റ കഷ്ടപ്പെടുമ്പോൾ നീ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നില്ലെന്ന് ഞാൻ ചോദിക്കില്ല. നിന്റെ സ്വഭാവം നല്ലോണം അറിയാം. അതുകൊണ്ട് കുറ്റപ്പെടുത്തൊന്നുമില്ല. പക്ഷെ ഞാൻ നിന്നെ എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് അന്ന് ഇന്നും കാണുന്നു. അതുകൊണ്ട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് നിന്നു. മഹേഷ് അവിടെ അടുത്തുനിന്ന് ചുമലിൽ കൈവച്ച്. മോളെ, എതിർത്തൊന്നും പറയരുത്. നിന്റെ ഭാവി മാത്രമല്ല, ആ കുട്ടിയുടെ ജീവിതം കൂടിയാ പോകുന്നു. അത് ഓർമ്മ വേണം. ശിവാനി തീർത്ത് നിസ്സഹായായി. പിന്നീടെല്ലാം സ്വപ്നത്തിനെന്ന പോലെയാണ് നടന്നത്. ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സജീവും ഇത്ര അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശോധനക്കൊടുവിൽ ഡോക്ടർ ജെയിംസ് ആൽബർട്ട് പ്രതീക്ഷയുടെ പൂച്ചെണ്ടുകൾ നീട്ടി. ഡോണ്ട് വറി, ഷീ വിൽ ബി ഫൈൻ. അഡ്മിറ്റ് പണിയിടലാം. പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ പുറത്ത് കാറിന്റെ പിൻസീറ്റിൽ ചാരിയിരിക്കാനും സജീവ്. വീട്ടിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മിത്രയും ശിവാനിയും കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവാനി അവൻ്റെ അടുത്ത് വന്നിരുന്നു. എന്തായി? അഡ്മിറ്റ് ചെയ്തു. നാളെ മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഈ കടങ്ങളെല്ലാം ഞാൻ എങ്ങനെ വീട്ടും സജീവ്? പണ്ട് എൻ്റെ ലോൺ എടുക്കാനും മറ്റ് കടങ്ങൾ തീർക്കാനൊക്കെ നീ കുറേ കാശ് തന്നിട്ടില്ലേ? അതിന് പ്രത്യുപകാരമാണെന്ന് കൂട്ടിക്കും. പകരത്തിന് പകരം അല്ലേ? അതെ, അല്ലാതെ വേറെ ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അവൾ മിണ്ടിയില്ല. ശിവ, ഇനി എന്തിനാടി നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? തുറന്ന് സമ്മതിച്ചൂടെ നിനക്കെന്നെ ഇഷ്ടമാണെന്ന്? അതറിയാമെങ്കിൽ പിന്നെ എന്തിനാണോ നീ എന്നെ വിട്ടുപോയത്? അവൾ പൊട്ടിക്കരഞ്ഞു. നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നോർത്ത് കുറേ സങ്കടപ്പെട്ടു. വിളിക്കണമെന്ന് വിചാരിച്ച, പക്ഷേ വിളിച്ചാൽ നീ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും. നിന്റെ പൈസയെ മാത്രം സ്നേഹിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടി നീ വീണ്ടും സ്വയം നശിക്കും. ഇവിടെ ഏട്ടൻ്റെ കൂടെ നീ സന്തോഷത്തോടെ ജീവിക്കുന്നു വിശ്വസിച്ചു. അതാ നീ അല്ലേടി എൻ്റെ സന്തോഷം. നീ ഇല്ലാതെ ഞാനെങ്ങനെയാ? അവൻ അവളെ നെഞ്ചോട് ചേർത്തു. വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന യാതനകൾ മഴ പോലെ പെയ്തു തോർന്നപ്പോൾ അവൻ സ്നേഹത്തോടെ വിളിച്ചു. ശിവ, എന്താടാ? ഇനി എന്നെ വിട്ടു പോവരുത്. നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ച്? അത് പറ. നീ അന്ന് കണ്ണടയുടെ ഫ്രെയിം മാറ്റി ഷോപ്പിൽ പോയി അന്വേഷിച്ചു. പണ്ട് കണ്ണട വാങ്ങിയത് അവിടെ നിന്നായതുകൊണ്ട് നിന്റെ നമ്പർ അവിടെ സിസ്റ്റത്തിലുണ്ടായിരുന്നു. അത് കിട്ടി. ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ട് അരുളാണ് മറ്റു ഡീറ്റെയിൽസ് സംഘടിപ്പിച്ച്. അവളൊന്നും മിണ്ടാതെ അവൻ്റെ മാറിൽ തലവെച്ച് കിടന്നു. നേഴ്സിംഗ് ജോലി വിട്ടിട്ട് ഹോട്ടൽ പണി അല്ലേ? അവളെ നോക്കുമ്പോൾ ആരെങ്കിലും വേണ്ടേ? ഇതാകുമ്പോൾ ഇടയ്ക്കിടെ ഓടി വരാം. നീ എന്താ സജീവറെ കെട്ടാണ്ടിരുന്നേ? ഞാൻ അനിയത്തെ നോക്കാൻ വേണ്ടിയാണെന്ന കാരണമുണ്ട്. നീയോ? അവനവിടെ മൂക്കിൻ മുമ്പിൽ മെല്ലെ കടിച്ചു. നിനക്ക് കാരണം അറിയില്ല അല്ലേടി? സത്യമായിട്ടില്ല. എന്നാ അറിയണ്ട. ബാക്കി വിശേഷങ്ങൾ പറ. നീ മുമ്പിൽ കയറിയിരിക്കുക. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ രണ്ടുപേരും മുൻ സീറ്റിലിരുന്നു. കാറ് റോഡിലൂടെ മെല്ലെ നീങ്ങി. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. വർഷങ്ങളായി അനുഭവിച്ച യാതനകൾ, വേദനകൾ, പരാതികൾ, പരിഭവങ്ങൾ, മനസ്സിലെ പ്രണയം തുറന്നു പറയാതിരുന്നതിനുള്ള ക്ഷമാപണം, അങ്ങനെ ഒത്തിരി. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന രണ്ടുപേർ ഇനി അവർക്കായി ജീവിച്ചു തുടങ്ങട്ടെ. നന്മ നിറഞ്ഞൊരു കൂട്ടം മനുഷ്യർ അവർക്ക് ചുറ്റും പ്രാർത്ഥനയോടെയുണ്ട്.